ഈ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കാതെ അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ അത് പ്രവേശിക്കാൻ പറ്റുന്നില്ല. ഇതിനോടനുബന്ധിച്ചിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എനിക്ക് പ്രവേശിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണേ, എനിക്ക് പ്രവേശിക്കണം, എനിക്ക് നിന്റെ അടുക്കലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ തടസ്സം നിന്റെ പഴയ പാരമ്പര്യമാണ്, പഴയ ഓർമ്മകളാണ്. അതാണ് പഴയ കഥകൾ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. പഴയ വാതിലുകൾ, പഴയ മനുഷ്യൻ. പഴയ മനുഷ്യന് പുതിയതിനെ അവകാശമാക്കാൻ താല്പര്യമില്ല. കാരണം ഒന്ന് ആത്മാവും ഒന്ന് ജഡവുമാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ ഭവനത്തിനകത്ത് വരുമ്പോൾ, വീട്ടിനകത്ത് വന്നു, ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി, നമുക്കത് പറയാൻ കഴിയണം സാക്ഷ്യമായി. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് വന്നു, എനിക്കൊരുപാട് മാറ്റം ഉണ്ടായി എന്ന് പറയാൻ കഴിയണം. ഭൗതിക നന്മകൾ നമുക്കിവിടെ പ്രാപിക്കേണ്ടതല്ലയോ, വേണ്ടതല്ലയോ? ഇവിടെ കർത്താവിന്റെ മക്കൾ, രാജാവിന്റെ മക്കൾ പിച്ചക്കാരെ പോലെ നടക്കണോ? വേണ്ട. അപ്പൊ രണ്ട് ഉന്നതിയും നമുക്കിവിടെ ഉണ്ട്. പക്ഷെ ഇത് വരണമെങ്കിൽ മഹത്വത്തിന്റെ രാജാവ് നമ്മളിലേക്ക് ഇറങ്ങും. വചനം പറയുന്നു, നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു. അപ്പൊ ദത്തുപുത്രനെ അലങ്കരിച്ച് കൊണ്ടുവരികയാണ്. ഇപ്പൊ എന്നെ അലങ്കരിച്ച് കൊണ്ടുപോവാണ്, കർത്താവ് കയറ്റാൻ കൊണ്ടുപോവാണ്. പക്ഷെ വാതിൽക്കൽ എത്തുമ്പോൾ ഞാൻ അവിടെ തടഞ്ഞു നിന്നാലോ, കയറാൻ ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിലോ, എന്നെ കൊണ്ടുപോകാൻ വന്നവനെ വീട്ടിൽ ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിലോ? സഖായിയോട് പറയുകയാണ്, സഖായി, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകും, ഞാൻ നിന്നോടുകൂടെ പാർക്കേണ്ടതാകും, എനിക്ക് നിന്നോടുകൂടെ പാർക്കാനാണ് ഇഷ്ടം. എന്നാൽ ലവോദിക്യ സഭയുടെ ദൂതൻ എഴുതുക എന്നുള്ള ഭാഗത്ത് പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും. എന്നിട്ട് കർത്താവെ നീ ദൈവമാണല്ലോ എന്ന് നമ്മൾ രക്ഷപ്പെടാൻ ഓപ്ഷൻ. എന്റെ തൊട്ടു താഴെ പറയുന്നു, ഞാനും ജയിച്ച് എന്റെ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നത് പോലെ നിങ്ങളും ജയിച്ച് ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇരിക്കേണ്ടതിന് ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ ഇതിനകത്ത് തോൽക്കുന്നൊരു കൂട്ടരുണ്ട്, ജയിക്കുന്നൊരു കൂട്ടരുണ്ട്. അപ്പൊ ദൈവമേ, നിന്നോടുകൂടെ ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എവിടെയെങ്കിലും കടന്നാൽ മതി. അങ്ങനെയല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ച നാം ദൈവസന്നിധി തന്നെ ഇരിക്കണമെന്ന് നമുക്കൊരു ആഗ്രഹം വേണം, ഒരു കൊതി വേണം. വല്ലവരും കയറി ഇരിക്കുമ്പോൾ അവിടെ അസൂയല്ല വേണ്ടത്, എനിക്കും അവിടെ അർഹതയുണ്ട്, എനിക്കും അവിടെ നിന്ന് ഓഹരി ഉണ്ടെന്ന്, ഞാനും എൻ്റെ അപ്പൻ്റെ മകനാണ് എന്നുള്ള തിരിച്ചറിവിലാണ് ആ ഇളയപുത്രൻ മടങ്ങി വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പൻ എഴുന്നേറ്റത്. അപ്പന്റെ അസ്തിത്വത്തെ, അപ്പന്റെ പിതൃത്വത്തെ ഈ മകൻ അംഗീകരിക്കുകയാണ്. ശരിയല്ലേ? എനിക്കൊരു അപ്പനുണ്ട്, അപ്പന്റെ വീട്ടിലൊരു വേലക്കാരനായിട്ട് കിടന്നാൽ പോലും സുഖമാണെന്ന് അവന് മനസ്സിലായി. പക്ഷെ ഈ അപ്പനോടുള്ള അവന്റെ ആ ബന്ധത്തെയാണ് മടങ്ങി വരുവാൻ കാരണമായി തീർന്നത്. ആമേൻ. എല്ലാവരും മഹത്വം കൊടുത്താട്ടെ. അതുകൊണ്ട് ആ വാക്യം കൊണ്ടൊന്ന് വായിച്ചിട്ട് അതിന്റെ കൂടെ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. എന്തിനാ നിന്റെ തല ഉയർത്താൻ പറഞ്ഞേ? നീ തല ഉയർത്തി നോക്ക്. നിന്നെ സ്വീകരിപ്പാനും സ്നേഹിപ്പാനും മഹത്വത്തിന്റെ രാജാവ് വരുന്നു. ആമേൻ. അത് വരുമ്പോ നീ തല ഉയർത്തി നോക്കണം. കുനിഞ്ഞിരുന്ന്, ഒളിച്ചിരുന്ന്, മാറി നിന്ന്, മരത്തിന്റെ മുട്ടിൽ മാറി നിൽക്കരുത്. അത്തിയില കൊണ്ട് തുന്നിയാലും മതിയെന്ന് വിചാരിക്കരുത്. ഇല്ല, മഹത്വത്തിന്റെ രാജാവ് എന്റെ നേരെ വരുന്നു. അങ്ങനെയല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടെ? ഹലോ, മഹത്വത്തിന്റെ രാജാവ് എന്റെ നേരെ വന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? കഥക് ഞാൻ തുറന്നു കൊടുത്തു, അവൻ എന്നിൽ പ്രവേശിച്ചു. ആമേൻ. എന്നാൽ ചിലർ അങ്ങനെ ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഈ സങ്കീർത്തനം കയറി വന്നത്. പണ്ടേയുള്ള കഥകളെ നിങ്ങൾ തലകളെ ഉയർത്തി പ്രവേശിക്കട്ടെ. ആരാ മഹത്വത്തിന്റെ രാജാവ്? സൈന്യങ്ങളുടെ യഹോവയായ ദൈവം. ഇപ്പോ ഒരു വിടലനുസരിച്ചാണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സൈന്യങ്ങളുടെ യഹോവയായ ദൈവമാണ്, സൃഷ്ടികർത്താവായ ദൈവമാണ്. ഇങ്ങനൊരു ദൈവം എന്റെ ജീവിതത്തിൽ വന്നത് എനിക്ക് അനുഗ്രഹമാണ്, ശാപമാണ്. ശരിയല്ലേ? അനുഗ്രഹമല്ലേ?
എന്നെ സകല ശാപങ്ങളിൽ നിന്നും സകല ഭയങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. മരണഭയത്തിലായിരുന്നവർ അവർ വെളിച്ചം കണ്ടു. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വരവ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, ആമേൻ. കരമെടുത്തൊരു മൊത്തം കൊടുത്താട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കും. എന്നോട് പിണങ്ങാനും വേണ്ട, ജോലി ചെയ്യുന്നതിലൊന്നും ഞാൻ തടസ്സമൊന്നും അല്ലാട്ടോ. നമ്മൾ ജോലി ചെയ്തോളൂ. അവിടെ സുവിശേഷം നടക്കണം. ദൈവസഭയെ മറക്കരുത്, ദൈവത്തെ മറക്കരുത്, നിങ്ങളുടെ നിത്യതയെ മറക്കരുത്. നിങ്ങൾ സ്തോത്ര കാഴ്ച വെച്ചില്ലെങ്കിൽ പോലും ഒരു പരാതിയും. പക്ഷെ നിങ്ങൾ നിത്യതയെ മറക്കരുത്, ദൈവസഭയെ മറക്കരുത്, ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത് മറക്കരുത്, ബന്ധങ്ങളെ മറക്കരുത്, പോയ വഴിക്കൊരു പോക്കങ്ങ് പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? എനിക്കൊരു ഭവനമുണ്ടെന്നും ആ ബന്ധം അന്ത്യം വരെ സൂക്ഷിക്കണം. അതായിരിക്കണം റിലേഷൻ. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ കയ്പും വെറുപ്പും വച്ചിരിക്കുന്ന അല്ലെങ്കിൽ അകന്നിരിക്കുന്ന ഒരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയെ അറിഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ആൾക്കാർ ചെയ്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആട് മോഷണം, അവർക്കെന്താ പുറത്തു പോയിട്ട് ജാതിയിൽ നിന്ന് മോഷ്ടിച്ചെടുത്തോളൂ, ചെയ്യത്തില്ല. പല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കും. അവനവൻ ഉറച്ചു നിൽക്കട്ടെ, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കട്ടെ, ഉറപ്പുള്ള പാറമേൽ നിൽക്കട്ടെ, ദൈവസഭ പണിയപ്പെടട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നല്ല ജോലിയിൽ ഇരിക്കുമ്പോൾ, നല്ല പദവികൾ വരുമ്പോൾ, നല്ല വിദ്യാഭ്യാസം വരുമ്പോൾ ദൈവനാമമാണ് മഹത്വപ്പെടുന്നത്. ആരും കൊച്ചായിട്ട് കാണരുത്. മനസ്സിലാകുന്നുണ്ടോ? 10 പൈസ കയ്യിലില്ലാത്തൊരു ദൈവദാസൻ പോണെന്നും പറയുന്നതിൽ വലിയ മാനമൊന്നുമില്ല. ദൈവം അനുഗ്രഹിച്ച യഹോവയുടെ സന്തതി പോകുന്നു എന്ന് പറയണം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ധൈര്യത്തോടെ പറയണം, കർത്താവേ, ഏറ്റവും വലിയ സമ്പത്ത് നീ എൻ്റെ മേൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിന് ഞാൻ സൂക്ഷിച്ചുകൊള്ളും. ഞാൻ തെളിവ് പറയാം. യോസഫിനെ പറയാം. യോസഫ് ഈ പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവം അറിയാതെ പൊത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നോ? ഇല്ല. പക്ഷെ പൊത്തിഫറിന്റെ ഭവനത്തിൽ അടിമയായിരുന്നു ജോസഫ്. പൊത്തിഫറിന് ഭയങ്കര ഇഷ്ടം, ജോസഫിന് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എല്ലാത്തിനും ആരെ ഏൽപ്പിച്ചു? ജോസഫ് എന്നെ പറയുന്നുണ്ട്, നിന്നെ ഒഴികെ ഈ വീട്ടിൽ എല്ലാത്തിന്റെയും കാര്യസ്ഥൻ ഞാനാണ്. ഇതൊരു അടിമത്തമല്ലേ? അല്ലേ ജോസഫ്? ഇവന്റെ അവിടെ പോയി കഴിഞ്ഞ് എന്തുണ്ടെങ്കിലും രാജേഷിന് എല്ലാം അറിയാന്ന് പറയും. അപ്പൊ ഇവനെന്തോരും ഞാനാണ്, സ്വാഭാവികം. അപ്പൊ അവിടെ പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് ജോസഫിനെ കൊണ്ടുവരുക, കർത്താവ് അതിനകത്ത് തന്നെ ഒരാളെ നിയോഗിച്ചു. അല്ലേ? അവൾ പ്രതിയോഗിയായി ഒരുങ്ങിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ജോസഫിന് ഒരു കാര്യം മനസ്സിലായി, ദൈവം വേണോ പൊത്തിഫർ വേണോ? ജോസഫ് ഒരു തീരുമാനം എടുത്തു, എനിക്കെന്റെ ദൈവം മതി, പൊത്തിഫർ എന്നുള്ള അടിമത്വം വേണ്ട. ഹല്ലേലൂയ. നമ്മൾ ആ പാവം പിടിച്ച പെണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട്, പൊത്തിഫറിന്റെ അടിമത്വത്തിൽ അന്ന് വരെയും ജോസഫിനെ താഴെ വെച്ചാൽ പേനരിക്കും, ഉറുമ്പരിക്കും എന്ന് കരുതിക്കൊണ്ടിരുന്ന അതേ പൊത്തിഫർ തൂക്കി. ചില വെറുപ്പുകളൊക്കെ അധികാരികളുടെ മേൽ നിന്ന് വരുമ്പോൾ ആരും സങ്കടപ്പെടും, വിഷമിക്കണം. ഹല്ലേലൂയ. മനസ്സിലായോ? വിഷമിക്കണം. നമുക്ക് ദൈവം മതി. ഹല്ലേലൂയ. ദൈവമുണ്ടെങ്കിൽ ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, ഭാവിയുണ്ട്, കുടുംബമുണ്ട്, തലമുറയുണ്ട്, സമ്പത്തുണ്ട്. വിശപ്പില്ലാതെ 3 നേരവും വിശപ്പില്ലാതെ എന്ന് പറയാൻ കാരണം അങ്ങനെയാ. ഇത് തീരും അടുത്ത് വരും. വിശന്നിരുന്ന് പട്ടിണി കൊണ്ട് ചാകാൻ വരും. അങ്ങനെയാണെങ്കിൽ ഏലിയാവിന് ഭക്ഷണം കൊടുക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നാം സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവസഭ സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന യാതൊരു ഇടപാടുകളിലും തലവെക്കരുത്, എഗ്രിമെന്റ് ചെയ്യരുത്. ഹല്ലേലൂയ. ചെന്നിട്ട് തീരുമാനമെടുത്ത് എല്ലാ പൊക്കണവും അവിടെ ഏൽപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് ഈ ദൈവസഭയോട് അന്വേഷിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, ഇടയനെ അറിയിച്ചില്ല, ദൈവത്തോട് ചോദിച്ചില്ല എന്ന് പറയരുത്. പെട്ടെന്നായിരിക്കും ഇത് ഇപ്പൊ കയറാൻ പറയും, കയറരുത്. നീ ഇപ്പൊ ചാടിക്കോന്ന് പറയും, ചാടരുത്. ഇങ്ങനെ തന്നെ പറയണം, ഞാനൊന്ന് പ്രാർത്ഥിച്ച്. ജാതിയായിരിക്കും. നിങ്ങൾ വചനം പ്രമാണിക്കുന്നവരായിരിക്കും, പ്രാപിച്ചുവെങ്കിലും അതിനെ അനുസരിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ എന്ത് ചെയ്യരുത്?
അനുവദിക്കരുത്. ഈ പിശാച് യേശുവിന്റെ അടുക്കലേക്ക് വന്നെങ്ങനെയെന്നറിയാം? വചനം പറഞ്ഞിട്ടാണോ? വിശപ്പിന്റെ ഇടയിൽ വന്നു. അവനോട് ശ്രദ്ധിക്കും. വിശപ്പിന്റെ ഇടയിൽ വന്നു, എന്നിട്ട് താഴേക്ക് ചാടാൻ പറഞ്ഞു, എന്നിട്ട് ഈ ലോകം കാണിച്ചു കൊടുത്തു. ഇതിനകത്തൊക്കെ എന്തുണ്ടായിരുന്നു? നീ ചാടിക്കോ, ചാടിയാലും കുഴപ്പമൊന്നുമില്ല, കാല് കല്ലിന്മേൽ തട്ടാതെ ദൂതന്മാർ. വചനമല്ലയോ പറഞ്ഞേ? ഹല്ലേലൂയ, ആമേൻ. ഒരു ശാസ്ത്രി, ആ വാക്യം ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 13:52 വാക്യം. മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 52 വാക്യം. ആ, ജോഷു എഴുന്നേറ്റ് ഇവിടെ വന്നിരുന്നേ. എഴുന്നേക്ക്. ആ, എഴുന്നേറ്റ് വന്നിരുന്നേ. വന്നേ. എഴുന്നേൽക്ക്. ആ, വായിച്ചേ. കേട്ടോ? സ്വർഗരാജ്യത്തിലെ ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് അയാളുടെ ഉള്ളിൽ ഒരു നിക്ഷേപം ആര് വെച്ചിട്ടുണ്ട്? ആ നിക്ഷേപം എന്താണ്? ഒറ്റവാക്കി പറയാമോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. പറഞ്ഞാട്ടെ, സിമ്പിളായിട്ട് പറഞ്ഞാട്ടെ. എന്റെ ന്യായ പ്രമാണം ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പൊ ദൈവത്തിന്റെ നിങ്ങൾ ആരും ന്യായപ്രമാണം എന്ന് പറഞ്ഞ ഉടനെ യഹൂദന് കൊടുത്ത ന്യായപ്രമാണം എന്നൊക്കെ ചിന്തിച്ച് അതിനെടുത്ത കൊച്ചുകളെഴുത്. എന്റെ ന്യായപ്രമാണം അവിടെ ഹൃദയങ്ങൾ. എബ്രായ പുസ്തകം 10 എഴുതിയിട്ടുണ്ട്. ഞാൻ അവർക്ക് പുതിയൊരു ആത്മാവും പുതിയൊരു ഹൃദയം. എഹെസ്കേൽ എഴുതിയിരിക്കുന്നു, യെശയ്യാവിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നു, ദൈവരാജ്യത്തിൽ ശിഷ്യനായി തീർന്ന ഏതൊരു ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനായി തീരും. മാത്രം കൊടുത്താണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തിനകത്ത് കർത്താവിന് തെറ്റിയതല്ല ഉൽപ്പത്തി. ചില ആൾക്കാരൊക്കെ ഉൽപ്പത്തിയെ കുറിച്ചൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ, ഹല്ലേലൂയ, നിനക്ക് തോന്നും സങ്കീർത്തന പ്രബോധനം എന്തിനെന്ന് തോന്നും. പ്രാർത്ഥനയാണത്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ പറയുന്നു ശാസ്ത്രി ഇതേ പറഞ്ഞ യേശുവാണ്. അപ്പൊ യേശു യാഹ്വേ എന്ന് വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തെ ദൈവം തന്റെ സഭയ്ക്കും മക്കൾക്കും വെളിപ്പെടുത്തി കൊടുത്തു. ജാതികളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. ഈ ദൈവം എന്റെ ദൈവമെന്ന് ആർ പറയും? ഈ ദൈവം എന്റെ ദൈവമെന്ന് ആർ പറയും? ഇവിടെ ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും കാര്യങ്ങളൊക്കെ പറയുമ്പോ ഹൃദയങ്ങളെ സ്പർശിച്ചു പോയത് എന്തിന്? അവിടെ വെളിപ്പെട്ട മനുഷ്യപുത്രനാര്? ഹല്ലേലൂയ. അവിടെ വെളിപ്പെട്ട നെബൂഖദ്നേസർ ആരുടെ പ്രതീകം? നെബൂഖദ്നേസർ പറഞ്ഞൊരു കാര്യം കണ്ടോ? നിങ്ങൾ എന്നെ വണങ്ങിയില്ല എങ്കിൽ. യേശുവിനടുത്ത് സാത്താൻ പറഞ്ഞെന്താ? നീ എന്നെ വീണ് നമസ്കരിച്ചാൽ അതാണ് പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവന് സദൃശ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനിത് പറയാനുള്ള കാരണം ഒന്നുകൂടെ ഇത് പറഞ്ഞു, പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പറയാണ്. പഴയ നിയമത്തിൽ ന്യായപ്രമാണം വെളിപ്പെടുന്നത് വരെ ദൈവം മനസ്സാക്ഷിയുഗമായി മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ പലപ്പോഴും മനുഷ്യനത് അറിഞ്ഞില്ല. എന്നാൽ ചിലർ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ തങ്ങളെ താൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തു. അവരോട് ദൈവം, അതായത് നോഹ, ഹാനോക്ക്, ഹാബേൽ, ഇങ്ങനെയുള്ള പഴയ നിയമകാലത്തിലെ വീരന്മാർ, അവർ വിവാഹ ജീവിതം കഴിച്ചവരാണ്, അല്ലെങ്കിൽ പല നിലവാരങ്ങളിൽ നിന്നവരാണ്. അവർ ദൈവശബ്ദത്തിന് തങ്ങളെത്താൻ ദൈവമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാരണം ദൈവത്തിന് മനുഷ്യനെ വേണമായിരുന്നു. പിന്നെ ന്യായപ്രമാണം വരുമ്പോൾ ദൈവം ന്യായപ്രമാണത്തിൽ കൂടി ഉടമ്പടി വെച്ചുകൊണ്ട് ആരോട് സംസാരിക്കുകയാണ്? ഒരു ജനതയെ വേർതിരിച്ചിട്ട് മനുഷ്യരോട് സംസാരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ലേവ്യ പുസ്തകവും അതുപോലെ തന്നെ ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്ന പഞ്ചഗ്രന്ഥങ്ങളിൽ വായിക്കുമ്പോൾ ജാതികളോട് എന്ത് നിയമമാണെന്ന് പോലും എഴുതിയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരുത്തനെ നീ നിങ്ങളിലേക്ക് ഒരാളെ ചേർക്കണമെങ്കിൽ ചേർക്കുമ്പോൾ അവൻ എന്തായിരിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവസഭയിൽ ഒരാൾ ചേരുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്.
ചുമ്മാ കയറി ഒന്ന് സഭയിലങ്ങാവോ? യേശു മാനസാന്തരം വേണ്ടേ? അതിവിടെയുണ്ട്. ഇനി ന്യായപ്രമാണത്തിൽ പറയുമ്പോൾ, ന്യായപ്രമാണത്തിൽ കഴിഞ്ഞിട്ട് യാഗങ്ങൾ നടക്കുമ്പോൾ കാളക്കുറ്റിനെയോ കുറുപ്രാവിനെയോ പശുക്കിടാവിനെയോ ഒക്കെ അറുത്ത് അതിന്റെ രക്തം തളിച്ച് യാഗം കഴിച്ചു. ആണ്ടോടാണ്ട് യാഗം കഴിച്ചു. പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു, രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു, പാട്ടുകാരെ എഴുന്നേൽപ്പിച്ചു. ദൈവം അവരോട് സംസാരിച്ചു, നിങ്ങൾ അനുതപിപ്പിൻ, മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പുതുനിയമത്തെക്കാൾ നാം കണ്ടിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഉയർത്തെഴുന്നേൽപ്പുകൾ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി, നമ്മളിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പല വീര്യപ്രവൃത്തികളും പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു. സൈന്യങ്ങൾ ചിതറിപ്പോണം, ഒരു വഴിക്കൊന്ന് 7 വഴിക്കായി പോകണം, രാജ്യത്വം സ്ഥിരപ്പെടണം. എന്റെ പൊന്നുദൈവമയോ ദൈവമക്കളെ, ദൈവം നമ്മോട് അഗാധമായി ഇപ്പോഴും ഇടപെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് അങ്ങോട്ട് തിരിയുന്നില്ലെന്ന് മാത്രമേ. ആമേൻ. എലിയാവാകട്ടെ എലീശാവാകട്ടെ, കഥാപാത്രങ്ങൾ മാറി മാറി വരുമെങ്കിലും ദൈവത്തിനൊരു മാറ്റവും. പ്രവാചകന്മാരെ കൂടി സംസാരിച്ചു. ചെറിയ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു, വലിയ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. യേശുവിനെ കുറിച്ചും യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രബോധനങ്ങളിലും പ്രവചനങ്ങളിലും വളരെ ശക്തമായി ദൈവം സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴും ചെറിയൊരു കൂട്ടം ദൈവത്തിന്റെ മക്കളായി തന്നെ തുടർന്നു. പിന്നത്തേതിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം, മലാക്കിയുടെ പുസ്തകത്തിൽ അത് നിർത്തിയിട്ട് ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഏകദേശം 400 വർഷങ്ങൾ ഒറ്റ പേജിന്റെ അപ്പുറയും ഇപ്പുറയും കിടക്കുമ്പോൾ അപ്പോഴും ദൈവം യേശുവിനെ കാത്തിരിപ്പാൻ ഒരു ഹന്നായെ ഒരുക്കി, ഒരു ശീമോനെ ഒരുക്കി, ഒരു സഖരിയാവിനെ യാഗം അർപ്പിക്കുവാൻ ഒരുക്കി, ധൂപം കാട്ടുവാൻ ഒരുക്കി. ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് അപ്പോഴും കുറവില്ല. ചിലർ പറയുന്നു ഇരുണ്ട യുഗമെന്ന്. ഞാനത് വായിച്ചിട്ടില്ല. ദൈവത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ മക്കളെ ദൈവം വെറുതെ വിടുന്നില്ല. അവരെ ഉപേക്ഷിച്ച് കളയുവാൻ അവന് മനസ്സിലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് ജനം മാനസാന്തരപ്പെടുന്നില്ല, അവർ തിരിയുന്നില്ല. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് യഹോവ മനുഷ്യപുത്രനായി താഴേക്ക് പരിമിതികളെ എല്ലാം വിട്ടിട്ട് അവൻ വെറും ഒരു മനുഷ്യപുത്രനായി ഇറങ്ങി വന്ന് സംസാരിക്കും. 4 സുവിശേഷങ്ങളിൽ വളരെ ശക്തമായി പറഞ്ഞതായി ഇവിടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അതിൽ പറയാത്തത് പഴയതിലുമില്ല, പുതിയതിലുമില്ല. അതിൽ പറയാത്തത് ലേഖനങ്ങളിലില്ല, അതിൽ പറയാത്തത് വെളിപ്പാടിലില്ല, അതിൽ പറയാത്തതായി മറ്റൊന്നുമില്ല. ആമേൻ. എന്ത് സംശയമുണ്ടെങ്കിലും 4 സുവിശേഷത്തിനകത്ത് പച്ച മനുഷ്യനായി ഭൂമിയിൽ വിളയാടി ഭൂമിയിൽ നിന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിരുത്തി കർത്താവ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. കർത്താവ് ഓരോന്നോരോ ഉപമകൾ സംസാരിച്ചു, അവരുടെ ചെവിയിൽ ഓതിക്കൊടുത്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും യാഹ്വേ ആരായിരുന്നു, എന്റെ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ യേശു തന്നെത്താൻ താഴ്ത്തി കൊടുത്തു. അപ്പോഴും ജനത്തിന് മനസ്സിലായില്ല. അപ്പോഴും ജനം തള്ളിക്കളഞ്ഞു. പരീശന്മാർ തള്ളിക്കളഞ്ഞു, യഹൂദന്മാർ തള്ളിക്കളഞ്ഞു, മഹാപുരോഹിതൻ ചിന്തി യേശുവിനെ ക്രൂശിച്ചു, പരസ്യക്കോലമാക്കി ക്രൂശിലേറ്റി. അപ്പോഴും അവർ എതിർത്തു നിന്നു. അന്നത്തെ അതേ ജനം, പാപം ചെയ്ത ജനം എതിർത്തു നിന്നു. ദൈവവചനം അവർക്ക് സ്വീകാര്യമായിരുന്നില്ല, ദൈവപ്രവൃത്തികൾ അവർക്ക് സ്വീകാര്യമായിരുന്നില്ല, അത്ഭുതങ്ങൾ സ്വീകാര്യമായിരുന്നില്ല, അടയാളങ്ങൾ സ്വീകാര്യമായിരുന്നില്ല. യേശു ചെയ്ത പ്രവൃത്തികളെ കണ്ടിട്ട് അവർ പിറുപിറുത്തു. അപ്പം വാങ്ങി ഭക്ഷിച്ചിട്ടും ദൈവത്തിന് വിരോധമായി നിന്നു. അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചവരിൽ അവന്റെ പങ്കുപറ്റിയവരും ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് നിന്നിട്ട് പറഞ്ഞു, ഇവൻ ക്രൂശിക്കപ്പെടേണ്ട പ്രവാചകൻ. ഒരു പ്രവാചകൻ എന്ന് താഴ്ച. ചിലർ പലതും പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് യേശു ക്രൂശിലേക്ക് പോകുമ്പോ യേശുവിനെ തികച്ച് ക്രൂശിച്ച് കൊല്ലുന്ന സമയത്ത് ആത്മാവുള്ള സഭ ഗ്രഹിക്കട്ടെ, ദൈവം എന്നോടും നിന്നോടും സംസാരിച്ചു, ഉയർത്തെഴുന്നേറ്റവനായി സംസാരിച്ചു, ക്രൂശിക്കപ്പെട്ടവനായി സംസാരിച്ചു, നടന്നു സംസാരിച്ചു, പച്ചയായ മനുഷ്യനായി സംസാരിച്ചു, എന്റെ ഹൃദയത്തോട് അവൻ സംസാരിച്ചു, എന്റെ ജീവിതത്തോട് അവൻ സംസാരിച്ചു. ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നോട് ദൈവം ഇടപെടാതെ ഞാൻ അറിയാതെ ഞാൻ സ്നാനം സ്വീകരിച്ചു എന്ന്? ആർക്കെങ്കിലും വെല്ലുവിളിച്ചു പറയാമോ? അങ്ങനെ വെല്ലുവിളി ഉണ്ടെങ്കിൽ വാ, ഡിബേറ്റിന് ഞാൻ തയ്യാർ. ദൈവവചനം കൊണ്ട് നമുക്ക് വാദിക്കാം. ഹല്ലേലൂയ. ആരെങ്കിലും നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് മുക്കിയോ? ജീവന്റെ വചനത്തെ നീ സ്വീകരിച്ചതോ തല്ലി തന്നതോ? സ്വീകരിച്ചതല്ലയോ? ആമേൻ. എങ്കിൽ നിലനിൽപ്പിൻ. ആമേൻ. ഈ 4 സുവിശേഷങ്ങളിലും യേശു ജനത്തോട് സംസാരിച്ചു. സുവിശേഷങ്ങളുടെ അവസാനം യേശു ക്രൂശിൽ മരിച്ചു, ജീവനെ എൻ്റെ മേൽ തന്നു, എനിക്ക് തന്നു. ഇനി ഞാൻ സംസാരിക്കണം. എങ്കിൽ ഞാനോ അപ്പോഴും എനിക്ക് ചിലത് മനസ്സിലാവണില്ല.
എനിക്ക് മനസ്സിലാവുന്നില്ല. കർത്താവ് നേരിട്ടിടപെട്ടും എനിക്ക് ചിലത് മനസ്സിലാകുന്നില്ല. കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഉണർത്തി. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കൾ, കൃപാവരങ്ങൾ നിറഞ്ഞവരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഭൂമിയുടെ അറ്റങ്ങളോളം സഭകളെ സ്ഥാപിപ്പാൻ, ഭൂമിയുടെ അറ്റങ്ങളോളം എന്റെ സാക്ഷികളായിരിക്കാൻ, ഈ സത്യസുവിശേഷത്തെ വിളംബരം ചെയ്യുവാൻ, അന്റാർട്ടിക്കയിലാണെങ്കിലും ഈ മാവളദേശത്താണെങ്കിലും നിങ്ങൾ പാർക്കുന്ന ദേശങ്ങളിലാണെങ്കിലും നിന്നോട് സംസാരിച്ചത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ. ഇത് ഭൂമിയുടെ അറ്റങ്ങളോളം കൊണ്ടു ചെല്ലുവാൻ ദൈവത്തിന്റെ ജീവൻ ആർക്കൊക്കെ പകർപ്പെട്ട് കിട്ടിയോ അവർ ഓടി നടന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ദൈവത്തിന്റെ ശിഷ്യന്മാരുടെ, ദൈവത്തെ, യേശുവിനെ തൊട്ട മനുഷ്യനായ തോമസ് വന്നു. എന്നിട്ടും നാം വിശ്വസിച്ചു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ എഴുതി 14 ലേഖനങ്ങൾ. പത്രോസ് എഴുതി, യാക്കോബ് എഴുതി, യൂദ എഴുതി, യോഹന്നാൻ എഴുതി. നിങ്ങളൊരു വാക്യം ബൈബിൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുവിശേഷം എഴുതിയ യോഹന്നാൻ, 3 ലേഖനങ്ങൾ എഴുതിയ യോഹന്നാൻ, വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ അതിൽ എവിടെയെങ്കിലും യോഹന്നാന്റെ എന്തെങ്കിലും ഒരു ശൈലി കടന്നു വന്നോ? വെളിപ്പാട് പുസ്തകം എഴുതിയത് ആരാ? യോഹന്നാനാണ് അത് കൊടുത്തത്. പക്ഷെ നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാന്റെ ലേഖനം 1, 2, 3 വായിച്ചിട്ട് വെളിപ്പാട് വായിച്ച യോഹന്നാൻ എഴുതിയെന്ന് തോന്നത്തില്ല. അതിനകത്ത് അങ്ങനെ ഒരു വാക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, ഒരു ശൈലി പോലും പ്രവേശിക്കുന്നില്ല. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ പ്രവാചകന്മാർ വഴി ദൈവം സംസാരിച്ചു, അപ്പോസ്തലന്മാർ വഴി സംസാരിച്ചു, ഇടയന്മാർ വഴി സംസാരിച്ചു. എന്നിട്ടും ഇവർക്കും മനസ്സിലാകുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല സഭയുടെ വെളിപ്പാടെന്തെന്ന്, സഭ എന്തെന്ന് മനസ്സിലാക്കുന്നവർ ചുരുക്കം. ഹല്ലേലൂയ. ഇതിനകത്ത് ഇരിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ തന്നെ ഇരിക്കും. ഇതിനകത്ത് ഇരിക്കുന്നവർ ഇങ്ങനെ പ്രസംഗിച്ചു പോയ സന്തോഷമില്ല. എത്ര പേര് കേൾക്കണമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇതിനകത്ത് വിളിക്കപ്പെട്ട യൂദായ്ക്ക് മനസ്സിലായില്ല യേശു ആരെന്ന്. യൂദായെ ഒറ്റിക്കൊടുത്തു യേശുവിനെ, തന്റെ ജീവനെ തകർത്ത്. ഇങ്ങനെ ദൃഷ്ടാന്തമായി നമ്മൾ എഴുതി വെക്കുമ്പോൾ തങ്കലിപികളാൽ എഴുതി വെക്കപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എബ്രായ ലേഖനത്തിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വീണ്ടും ഒന്ന് കറങ്ങി. വെളിപ്പാടല്ല, ഉൽപ്പത്തി മുതൽ എബ്രായ ലേഖനം എഴുതുന്നത് വരെ യേശുവിന്റെ വരവും വീണ്ടെടുപ്പും നിത്യതയും എല്ലാം അതിനകത്ത് കയറി വന്നു. എന്നിട്ടും ജനത്തിന് എന്താവുന്നില്ല, ദൈവസഭ എന്താവുന്നില്ല, ഉറയ്ക്കുന്നില്ല. അന്ന് പിശാച് കാണിച്ച് അതേ പരിപാടികൾ മാറ്റി മാറ്റി ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ മുറുക്കിന്റെ അച്ചിലിടും, ചിലപ്പോൾ അതിനെ പക്കാവടയുടെ അച്ചിലിടും, ചിലപ്പോൾ അതിന് ഇടിയപ്പത്തിന്റെ അച്ചിലിടും. ഇത്ര മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്നു. വീഴുന്നതെല്ലാം ആര് തന്നെ? ആരാ വീഴുന്നത്? മക്കളെ വീഴുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നോ? നമ്മൾ യഥാർത്ഥത്തിൽ എബ്രായ ജനമാണ്, യഹൂദ ജനമാണ്, ആത്മീയ ഇസ്രായേലാണ്. ആമേൻ. അടുത്ത നിങ്ങൾ കണ്ടോ, യൂദായുടെ ലേഖനത്തോടു കൂടി എന്ത് അവസാനിച്ചു? ലേഖന പരമ്പര അവിടെ അങ്ങ് തീർന്നു. ഇപ്പോഴും നമ്മൾ ഈ ലേഖനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുവോ. പക്ഷേ ദൈവം നിർത്തിയോ? അതിൽ പൂർണ്ണത ഉണ്ടായിരുന്നെങ്കിൽ, പൂർണ്ണമായിരുന്നുവെങ്കിൽ അത് മാത്രം പോരെ. ഉൽപ്പത്തിയിൽ പൂർണ്ണത ഉണ്ടായിരുന്നെങ്കിൽ അത് മാത്രം പോരെ. വെളിപ്പാടും സംസാരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാഹ്വേ എന്ന ദൈവം വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് വർണ്ണിക്കുന്നു. മാറത്ത് പൊൻകച്ച അണിഞ്ഞവനായി, വെള്ളോടിന് സദൃശ്യമുള്ള കാലുള്ളവനായി, ഏത് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനായി. അതൊന്ന് വായിച്ചിട്ടുണ്ടാകുന്ന ഒരു 5 കാര്യങ്ങളുണ്ട്. യേശുവിനെ കുറിച്ചുള്ള അത് മാത്രമാണ് കേട്ടോ. അപ്പോ ഞാനിത് ഒരു കാര്യം പറയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ്. അതായത് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ വ്യാപാരങ്ങളെയാണ് അവിടെ പറയുന്നത്. ഉപദേശങ്ങളെക്കാളും ഒരു കഥ പോലെ വായിച്ചു പോകാം അപ്പോസ്തല പ്രവൃത്തികൾ. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം തൊട്ട് യൂദായുടെ ലേഖനം വരുമ്പോഴൊക്കെ വിശ്വാസ ജീവിതത്തിനകത്ത് നിലനിന്നു പോകേണ്ടുന്ന ഉപദേശങ്ങളും ദൈവിക വെളിപ്പാടുകളും പ്രാപിച്ച അപ്പോസ്തലന്മാർ എഴുതി വെക്കുകയാണ്. എന്നാൽ സുവിശേഷങ്ങളിൽ ഇല്ലാത്തതൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. എങ്കിലും നമ്മൾ അതിനകത്തൂടിയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും പലതും അനുഭവിക്കാൻ പറ്റാതെ പോകുന്നത് സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ്. ഹല്ലേലൂയ.
എന്നാൽ ദൈവം അടിവരയിട്ട് പറയുന്ന എത്രയോ കാര്യങ്ങൾ അതിനകത്ത് കിടക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, കൊരിന്ത്യ പുസ്തകം വായിക്കുമ്പോൾ 3-ാം സ്വർഗത്തോളം കയറിപ്പോയ പൗലോസിനെ കാണാം. നമുക്ക് പോണ്ടായോ? നമ്മളൊരു പൗലോസാവോ? ആവില്ല. നീ ഒരു പത്രോസാണോ? അല്ല. യാക്കോബാണോ? അല്ല. യൂദായാണോ? അല്ല. നീ ജീൻ തന്നെയാണ്. പക്ഷെ നിന്റെ അകത്ത് പകർന്ന ആത്മാവ് ദൈവത്തിന്റെ എങ്കിൽ നിന്നെ കുറിച്ചുള്ള പദ്ധതികളാണ് ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എഴുതി തീർത്തു വച്ചിരിക്കുന്നത്. നീ പുതിയ ആകാശം, പുതിയ ഭൂമിയെ അവകാശമാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. അപ്പൊ അപ്പോസ്തലന്മാരിൽ കൂടിയും പ്രവാചകന്മാരിൽ കൂടിയും ഇടയന്മാരിൽ കൂടിയും സുവിശേഷകന്മാരിൽ കൂടിയും ഉപദേഷ്ടാക്കളിൽ കൂടിയും കർത്താവ് എന്ത് ചെയ്യാണ്? ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവ് ആത്മാവിൽ സംസാരിച്ചു. വാക്കെല്ലാരും മറക്കരുത്. ശിഷ്യന്മാരിൽ കൂടി ദൈവം ആത്മാവിൽ സംസാരിച്ചു. ആത്മാവുള്ളവൻ അത് വെളിപ്പെട്ട് കിട്ടും. തീർന്നില്ല. ആത്മാവിൽ സംസാരിച്ചിട്ടും പത്മോസ് എന്ന ദ്വീപിലേക്ക് യോഹന്നാനെ കൊണ്ടുപോയിട്ട് വെളിപ്പാടിൽ കൂടി കർത്താവ് സംസാരിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ കൂടി സംസാരിക്കുമ്പോ യോഹന്നാൻ കണ്ടത് തന്റെ കൂടെ ഉഷിജ വസ്ത്രമിട്ട് നടന്ന കർത്താവിനെ അല്ല, നടന്ന് 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 സുവിശേഷം ചെയ്ത അത്ഭുതങ്ങളെ ചെയ്ത കർത്താവിനെ അല്ല. യോഹന്നാൻ കണ്ടത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ. സഭ കാണേണ്ടത്, സഭ പ്രസംഗിക്കേണ്ടത്, സഭ അനുഭവിക്കേണ്ടത്, ഹല്ലേലൂയ, പ്രസംഗിക്കപ്പെടേണ്ടത്, ഹൃദയത്തിൽ പതിയപ്പെടേണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവും നാം ജീവിക്കേണ്ടത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പമാണ്. ഹല്ലേലൂയ. ഇനി എന്നെ ക്രൂശിൽ മരിക്കാനല്ല എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഇതിനാണ് മരിച്ച ഇടത്തു നിന്ന് 3-ാം നാൾ ഉയർപ്പിന്റെ ഒരു സമയം. ഈ സമയത്തിനകത്ത് ഈ ഉപദേശങ്ങൾ കൈക്കൊള്ളുന്നവൻ ഭാഗ്യവാൻ. കേൾപ്പാൻ ചെവിയുള്ളവൻ ഇത് കേൾക്കട്ടെ. ആമേൻ, ആമേൻ. ഇനി ഇത് കരവീർത്തിയാണ്. അപ്പൊ ഞാനത് തിരിച്ചറിയുവാണ്. ഈ 3 അധ്യായങ്ങൾക്കകത്ത് ദൈവം സഭയോട് മാത്രം സംസാരിക്കുന്ന ചില കാര്യങ്ങൾ. എന്നാൽ 22-ാം അധ്യായത്തിലും ദൈവം സഭയോട് സംസാരിക്കുന്നു. ബാക്കി എല്ലാം തന്നെ നടന്നതും നടക്കാനിരിക്കുന്നതുമായ വെളിപ്പാടുകളെ കുറിച്ച് പറയുന്നു. എന്നാൽ ദൈവം സഭയോട്, സഭയ്ക്ക് കൈമാറ്റം ചെയ്ത, സഭയ്ക്ക് കൊടുത്ത അനുഗ്രഹത്തിന്റെ ചില വാഗ്ദത്തങ്ങളെ നമുക്ക് നോക്കാം. ആമേൻ. അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങൾ അല്പസമയമുണ്ട്, നമുക്ക് വേഗത്തിൽ നോക്കാം, നമുക്ക് എടുക്കാം. ഇത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പതിയണം. ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയങ്ങളെ കുറിച്ച് വളരെ ശക്തമായി സഭയെ പഠിപ്പിക്കുവാൻ ഇടപെട്ടു. കാരണം ഇതിനകത്തൊന്നും കളയാനില്ല മക്കളെ. ഇപ്പൊ നമ്മൾ കുരുന്തിരി പിടിച്ച അവിടെയും കിടക്കുന്നു, റോമർ എടുത്ത അതിൽ കിടക്കുന്നു, യൂദായുടെ ലേഖനം എടുത്താൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, പത്രോസിന്റെ ലേഖനം എടുത്താൽ അവിടെയും കിടക്കുന്നു. ഒന്നും കളയാനില്ല. ആമേൻ. ഹൃദയത്തിൽ പറയും, ഇതിൽ നിന്നൊന്നും എന്തെങ്കിലും ദൃഷ്ടാന്തമായി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി തന്നെ. ആമേൻ. 7 സഭകൾ. ഇനി എല്ലാവരും ചിന്തിച്ചാട്ടെ. അടുത്ത നിങ്ങളെ കരം കൊടുത്ത് സുഖാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ മോഡറേഷനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്തോ ഭാരമുള്ള എന്തോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇതുവരെ ഇരിക്കുന്നത്. ഇതൊന്ന് ഫ്രീ ആവണം. ആമേൻ. ചിലപ്പോഴത്തേക്ക് മൊത്തം കൊടുത്താണ് സന്തോഷത്തോടെ. ആമേൻ. ദൈവത്തിന്റെ സഭയ്ക്ക് കൈമാറ്റം ചെയ്ത, വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹം നമുക്കത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇത് പതിഞ്ഞു കയറണം. പഠിപ്പിക്കലല്ല, ഈ വചനങ്ങൾ നമ്മൾ അനുഭവിക്കണം. ആമേൻ. ഏഴ് സഭയ്ക്ക് 7 വാഗ്ദത്തങ്ങൾ ആണ് ഉള്ളതെങ്കിലും ഒരുപാട് പിരിവുകളുണ്ട്. നമുക്ക് വായിക്കാം. 1-ാം വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചു. 2:7 വെളിപ്പാട് പുസ്തകം. അപ്പൊ പരിശുദ്ധാത്മാവിൽ കൂടി, പ്രവാചകന്മാരിൽ കൂടിയും, പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ കൂടിയും എല്ലാം സംസാരിച്ചിട്ട് ഇവിടെ പറയുന്നു, യേശു തന്റെ സഭയോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുകയാണ്.
ആമേൻ. ഇത് ഇന്നും പ്രസക്തിയുണ്ട്. ഈ കടന്നു പോകുന്ന 7 സഭകളുടെ ദൂതിലും നമ്മളിൽപ്പെട്ടവരുണ്ട്. ആമേൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ നിങ്ങൾ ഈ വചനങ്ങൾ മറന്നു കളയരുത്. വെളിപ്പാട് പുസ്തകത്തിലെ 1, 2, 3 അധ്യായങ്ങൾ സഭയോട് സംസാരിക്കുന്ന കാര്യം. ഒരു ചുവന്ന കുതിരപ്പുറത്ത് വരുന്ന യേശുവിനെ നീ മറന്നാലും കുഴപ്പമില്ല, ഈ ദൂതുകൾ മറക്കരുത്, ഈ പ്രബോധനങ്ങൾ മറന്നു കളയരുത്. ബാബേൽ ഗോപുരം കത്തിയമരുന്നത് കണ്ടില്ലേലും കുഴപ്പമില്ല, നിത്യതയിലെത്തുന്നത് കാണണം. ആമേൻ. എങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ, സ്നാനം സ്വീകരിച്ചുവെങ്കിൽ, എനിക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത, എനിക്ക് ദൈവം പ്രകാശനം തന്ന ആ അനുഗ്രഹങ്ങൾ എന്താണ്? ഇവിടെ ഒരു അനുഗ്രഹം പറയുന്നുണ്ട്. 2:7 വായിച്ചാണ്. ഇവിടെ കർത്താവ് പറയുന്നത് സഭയെ, നീങ്ങളൊന്ന് ചിരിച്ചാട്ടല്ലോ, സഭയെ നിനക്ക് പറുദീസയിലുള്ള ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ ഫലം കായ്ക്കുമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ പറയാണ് നീ ജയിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞു. നിങ്ങൾക്കറിയാലോ, പറഞ്ഞു ഞങ്ങളെ കൊന്നിട്ടേക്കും. എങ്ങോട്ട് തിരിഞ്ഞാലും ഉപദേശം, വലത്തോട്ട് തിരിഞ്ഞാൽ ഉപദേശം, ഇടത്തോട്ട് തിരിഞ്ഞാൽ ഉപദേശം തട്ടി നടക്കാൻ പാടില്ല. ഞാനെങ്ങാനും മറന്നുപോയ ഉപദേശിക്കാൻ പുറത്തിറങ്ങുന്ന ആള് കാണും, പുറത്തിറങ്ങി അവിടെ നിന്ന് ആള് കാണും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു ബാലനെ കൊണ്ടെങ്കിലും ദൈവം നമ്മളെ ഉപദേശിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ഉപദേശത്തിന് കുറവില്ലാത്ത സഭ. ആമേൻ. ഞാൻ അങ്ങനെ കരുതും. വാണിങ്ങൾ തരുന്നതിന് ഒരു കുറവും നമ്മൾ വരുത്തിയിട്ടില്ല, തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പറയുകയാണ്, ദൈവം വാഗ്ദത്തം തരികയാണ്. നമ്മൾ ഈ ജീവവൃക്ഷത്തെ ആദ്യം കാണുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിലാണ് കാണുന്നത്. കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കുമ്പോൾ അവിടെ ഇങ്ങനെ വാക്യം വായിച്ചിരിക്കുന്നു, തോട്ടം ഇതാണെങ്കിൽ ഇവിടെയാണ് തോട്ടമെങ്കിൽ ദൈവം ജീവവൃക്ഷത്തെ മുളപ്പിച്ചത് നിലത്ത് നിന്നാണ്. ആമേൻ. ഇന്ന് വരെ അത് ഭക്ഷിക്കാൻ മനുഷ്യൻ കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോ അംശമായിട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ യേശുവിന്റെ കൂടെ ജീവിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പാട്ടും പ്രാർത്ഥനയും ആരാധനയും മാത്രമേ കാണുള്ളൂ. ഇനി പറ, എത്ര പേർക്ക് ആഗ്രഹം? ആമേൻ. അവിടെ ഈ ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ? സൂര്യന്റെ ചൂട് തട്ടോ? എന്റെ കർത്താവ് ഒരു സഭയ്ക്ക്, എഫെസ്യസിലെ സഭയ്ക്ക് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. സഭയെ നീ ജയിക്കുമെങ്കിൽ അവിടെ ജയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മളാരും പിശാചിനൊന്നും ജയിക്കാൻ പോകുന്നു. പിശാചിന്റെ കാര്യത്തിൽ ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ. നീ ജയിക്കേണ്ടത് നിന്റെ സെൽഫിനെയാണ്. ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിച്ചേ മതിയാവും. ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിപ്പാൻ വേറെ ഒരു മരുന്നുമില്ല. വായ് തുറന്ന് വചനമെടുത്ത് 2 ലിറ്റർ വെള്ളം കുടിക്കണം. ഞാൻ തെളിവ് തരാം. ഇന്ന് ഞാൻ എങ്ങനെ ജയിക്കും? ഒരു വചനം തന്നെ സഹായിക്കും. ഇപ്പൊ ഒരുത്തർ മോഷ്ടിക്കാൻ പോകുമ്പോ പരിശുദ്ധാത്മാവ് പറയോ, മോനെ വലത്തെ ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ അവിടെ കാവൽക്കാരില്ല എന്ന് പറഞ്ഞു തരും? ഇല്ല. നമ്മുടെ ബുദ്ധി എന്ത് പറഞ്ഞു തരും? അപ്പുറത്തൂടെ പോയാ പറ്റും. ഇതിന്റെ പുറകിൽ നിന്നുണ്ട് ഈ രാഗി കളിച്ചോണ്ടിരിക്കുന്നത് പറയുമല്ലോ. ആ രാഗി കളിച്ചോണ്ടിരിക്കുന്ന ആരാ? ഇവിളി തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ നീ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുന്നുണ്ടോ? ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു പാപപ്രവൃത്തി, ഒരു കള്ളം പറയുമ്പോൾ, അല്ലെങ്കിൽ അടിയുണ്ടാക്കുമ്പോൾ, വഴക്കുണ്ടാക്കുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ ആവശ്യമില്ലാത്ത കാണുമ്പോൾ ഒരു ഇടപെടലും ഇല്ലാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി സ്നാനപ്പെടേണ്ടി വരും. ഇടപെടുന്നുണ്ടോ? ഇല്ല. ഇഷ്ടന്മാരോട് പോലും ഇടപെടുന്നു. ഇങ്ങനെയാണ് നമ്മളോട് ഇടപെടുന്നുണ്ടല്ലോ. അത് ജയിക്കുന്നവർ. അപ്പൊ ജയിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടോ നമുക്ക്? ഉള്ളവരുന്ന് കരവെക്കാൻ ജയിക്കാൻ ആഗ്രഹമുണ്ടോ? ഇത്രയും ഭാരമുള്ളൊരു വാക്ക് അത് കേട്ടിട്ടുണ്ടോ? ആമേൻ. അവിടെ നൽകിയിരിക്കുന്ന വാഗ്ദത്തം ഇതാണ്: നീ ജയിക്കുമെങ്കിൽ, നിന്റെ സഭ ജയിക്കുമെങ്കിൽ,
ഈ ഒരു പരിശോധന കടക്കാതെ, നീ പാപത്തോട് എതിർത്ത് നിൽക്കാതെ, പാപത്തെ നിസ്സാരമായി കണ്ടിട്ട് അത് തന്നെ മാറിക്കൊള്ളുമെന്ന് ആരും വിചാരിക്കരുത്. നിനക്ക് വയസ്സാകുന്നത് പോലെ, ഇപ്പൊ എത്ര വയസ്സായി? 12 വയസ്സായി. ഇപ്പൊ പാപം 12 വയസ്സായപ്പോ കുറച്ച് കുറഞ്ഞു. 70 വയസ്സൊക്കെ 80 വയസ്സൊക്കെ ആവുമ്പോ നീ ഒന്ന് മൂക്കും. ഇല്ല, ചത്തുപോകും. കാലങ്ങളെടുത്ത് ആരെങ്കിലും നന്നായി ചരിത്രമുണ്ട് വഴി കിട്ടാതെ. ചില അപ്പച്ചന്മാരെ കാണുമ്പോൾ, അവരിയ്ക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുമ്പോൾ എങ്ങനെ നടത്താം മനുഷ്യ. അന്ന് മാനസാന്തരപ്പെടാൻ ഞാൻ മാനസാന്തരപ്പെടുവോ? ഇപ്പോഴോ? ഞാൻ എന്റെ കൊച്ചിനെ പറയാം, ഇവിടെ ഈ വഴി കൊടുക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ പുള്ളി കുന്തത്താറും കെട്ടിയൊക്കെ നിൽക്കണം നിൽപ്പ് കാണും. ഞാൻ പറഞ്ഞു, എന്തിനീ വഴക്ക്? പുള്ളി ഒതുങ്ങി ഇങ്ങനെ ഇരുന്നപ്പോ ഇപ്പോ മാനസാന്തരം വന്നു, രമ്യതപ്പെട്ടു. ആദ്യം ചെയ്തൂടെ? ഹലോ 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 മക്കളെ ശ്രദ്ധിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയും. തിരുവെഴുത്തിൽ 5 വർഷം കൊണ്ട് മാനസാന്തരപ്പെട്ടിട്ട് ഒരു സ്നാനം എഴുതിയിട്ടില്ല. തിരുവെഴുത്തിൽ നീ പതുക്കെ പതുക്കെ നീ പ്രാപിച്ച് നീ ശുദ്ധിയുള്ളവനായി തീരുമെന്ന് എഴുതിയിട്ടില്ല. 10 സിഗരറ്റ് വലിച്ചോണ്ടിരുന്നവൻ ദൈവവചനം കേട്ട് 9 ആക്കി. ഫുൾ അടിച്ചോണ്ടിരുന്നവൻ ഹാഫാക്കി. കൊലപാതകി ഗുണ്ടാ സെറ്റപ്പിൽ നടന്നവൻ മറ്റത് കാണുന്നവരെല്ലാം അടിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, സെലക്റ്റീവ് ആയിട്ടുള്ള കൊട്ടേഷൻസ് മാത്രമേ സ്വീകരിക്കുന്നു. കാരണം വചനം കേട്ടുകൊണ്ടിരിക്കുക. ആരാധനയ്ക്ക് പള്ളിയിൽ പോകുന്നു, ആ പരിപാടി ഒന്നും നടക്കുക. എന്നാ കള്ളികളെ എന്നെ കൂടെ ചേർത്താ വിളിക്കണം. ദൈവവചനം ഡയറക്റ്റ് ഷാർപ്പായിട്ട് സംസാരിക്കും. ദൈവവചനം നിന്റെ അകത്ത് കീറേണ്ടതിനെ കീറും. കർത്താവ് തന്നെ പറയുന്നു, നീ മാനസാന്തരപ്പെടാൻ അങ്ങനെ തന്നെ നശിച്ചു പോകും. നാളെ ആയിക്കോ, നാളെ നീ മാനസാന്തരപ്പെടണം. അല്ല മറ്റന്നാള്, ശരി മറ്റൊന്ന് നീ മാനസാന്തരപ്പെടണം. അല്ല ഞാൻ 1 മാസം കഴിഞ്ഞ് 10 വർഷം നീ എടുത്തോ. അന്നും കർത്താവിന് പറയാനുള്ളത്, ഇന്ന് നിന്റെ വരവിങ്കൽ നീ എടുക്കപ്പെടേണ്ടതിന്. ഇന്ന് എന്നൊരു ദിവസം നിനക്കുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടണം. നാളേക്ക് വയ്ക്കരുതേ. ഹല്ലേലൂയ. പഴയ കാലത്തില് അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവ് ഒരു അഡ്ജസ്റ്റ്മെന്റ് യഹൂദന്മാരോട് പറഞ്ഞു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ. നമ്മളെ സൂര്യൻ അസ്തമിക്കുന്നേ ഇല്ല. ചിലത് 6 മണിക്ക് താഴെ 6:20 ആവുമ്പോ ഗ്രഹണം. ചിലരുടെ സൂര്യൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. 10, 15, 20, 30 വർഷമായിട്ട് എന്റെ സൂര്യൻ അസ്തമിച്ചില്ലെന്ന് പറഞ്ഞ ഈ പരിപാടി വചനത്തിനകത്തില്ല. ഹല്ലേലൂയ. സഖായിക്ക് മാനസാന്തരപ്പെടാൻ എത്ര ദിവസം എടുത്തു? ആ മറിയപ്പെണ്ണിന് എത്ര ദിവസം എടുത്തു? പിന്നെ അടുത്ത പടി എന്തെന്ന് അന്വേഷിച്ചേ. ഹല്ലേലൂയ. എനിക്കിപ്പോ കള്ളം പറയുന്നൊരു സ്വഭാവം ഉണ്ടെന്ന് വെച്ചു. ഞാൻ പണ്ട് ഭയങ്കര കള്ളം പറയായിരുന്നു. ഇപ്പൊ ചെറിയ ചെറിയ കള്ളങ്ങളെ പറയും. ദൈവത്തിന് അതോട് പൊരുത്തപ്പെടാൻ പറ്റും. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട്, എനിക്ക് ഒരുപാട് ചാറ്റിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ എല്ലാം മാറ്റി ഒരു 3-4 എണ്ണത്തിന് ഞാൻ ഒതുങ്ങി. കാരണം എന്ത് പറ്റി മക്കളെ അങ്ങനെ വരാനുള്ള കാരണം? അതേ, ഞാനിപ്പോ വചനം കേൾക്കുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു എന്റെ സ്നാനം. ആരോടുള്ള ദൂതാണ് കേട്ടോ, ചാറ്റിങ്ങൾ നടക്കുന്നു. എന്നിട്ട് അടുത്ത ദിവസം കഥയും പറയും, അവളെന്നെ തേച്ചു, അവനെന്നെ തേച്ചു, ആ ബന്ധം ശരിയല്ല, ഈ ബന്ധം ശരിയല്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരിയാണ്. ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നു, ആത്മാവ് സഭയോട് പറയുന്നു, നീ ജയിക്കണം. കായനോട് പറഞ്ഞെന്തെന്നറിയോ? കായനെ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. ഹൃദയം എഴുതിയിട്ടുണ്ടോ? വാതിലെന്ന് എഴുതിയിട്ടുള്ളൂ. നീ എന്ത് ചെയ്യണം? ജയിക്കണം. എന്നോ 36 മാസം എടുത്ത് ജയിക്കാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ കായനെ, നീ കുറേശ്ശായിട്ട് എന്ത് ചെയ്യേ? ഈ അരി തിന്ന് തീർക്ക്, പാവം വെക്കോളൂ. അന്ന് തന്നെ അവനെ ഹാബിലിനെ പിടിച്ചോണ്ട് എന്ത് ചെയ്തു? ഈ സിമ്പിളായിട്ടൊന്നും മനസ്സിലാക്കണം. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. സഭയെ പഠിപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് ഒരു വെളിപ്പാടാണ്. ക്യാരക്ടർ റിലേറ്റഡ് സിൻസ്. എന്റെ സ്വഭാവങ്ങളോട് പറ്റിപ്പിടിച്ച് കറ പോലെ പറ്റിപ്പിടിച്ചതിനെ കൊണ്ട് പാപം ചെയ്യിച്ച് ദൈവ തേജസ്സിനെ അനുഭവിച്ചറിയാതെ നടത്തുന്ന, ദൈവരാജ്യത്തിന് കീഴടങ്ങാതെ
ദൈവത്തിന്റെ പ്രിൻസിപ്പലിന് കീഴടങ്ങാതെ, ദൈവിക നിയമങ്ങൾക്ക് കീഴടങ്ങാതെ, ഞാൻ തന്നെ രാജാവ്, ഞാൻ തന്നെ ദൈവം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നടത്തുന്ന എന്റെ ക്യാരക്ടർ ചേഞ്ച് ആയേ പറ്റൂ. ജാതികള് സ്കെയിൽ വെച്ച് ചോദിക്കും, നീ സ്നാനപ്പെട്ടിട്ട് എന്താ നിനക്ക് മാറ്റമില്ലേ? ഇല്ലപ്പോ അതൊരു 7 വർഷം കൂടി ബാക്കിയെന്ന് പറഞ്ഞാൽ പറ്റും. ഞാനിപ്പോ ഈ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പൂർത്തിയാക്കുമ്പോ ഇത് പഠിച്ച് ആരും പൂർത്തിയാക്കുമെന്ന് വിചാരിക്കും. ഒരു പുരുഷായുസൊന്നും ഈ സംഭവം തീരുകയല്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? അതിൻ്റെ കൂടെ പോയി ഉറക്കം വന്നോ? ഹല്ലേലൂയ, ആമേൻ എന്ന് പറയുന്നു. കാലങ്ങൾ എടുത്തിട്ടല്ല നാം മാനസാന്തരം. ചെറിയൊരു ഉദാഹരണം പറയും. നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ഒരു നിയമമാണ് കൈയും തലയും പുറത്തു. അന്ന് ബസ്സിലാണല്ലോ യാത്ര. ഇന്ന് ബസ്സിൽ പിള്ളേരെ കയറിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കയറുന്നവരുണ്ടാവും. നിങ്ങളൊക്കെ ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ടോ? പിന്നെ ബസ്സിൽ അയച്ചതാ അതൊക്കെ പഠിക്കാൻ വേണ്ടി. ഡ്രൈവറുടെ സീറ്റിന്റെ തൊട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങനെ എഴുതിയിരിക്കും, കൈയും തലയും പുറത്ത്. അന്ന് ചിലർക്കൊരു ധാരണയുണ്ട്, കൈ എടുത്ത് എന്ത് ചെയ്തിട്ടിരിക്കും, ഇങ്ങനെ ഇട്ടിരിക്കും. ചിലത് അങ്ങനെ തന്നെ. അന്ന് ഇത്ര വലിയ റോഡൊന്നുമല്ല. പോസ്റ്റിൽ തട്ടി തല അറ്റുപോവുക, കൈ ഇടുന്നു മാറുക, ഇങ്ങനെയുള്ള കലകൾ അന്ന് നടന്നിരുന്നു. പിന്നെ ഒരു ബസ്സിനകത്ത് 36 പേര് കയറേണ്ടത് 80 പേര് കയറി ലാഡറിലും കയറിയിരുന്ന് പോകുന്നൊരു ശീലമൊക്കെ അന്നുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ ഒരു നിയമം എഴുതി വെച്ചു, കൈയും തലയും പുറത്തിടരുത്. കൂടെ ഡ്രൈവർ വന്ന്, ഹലോ, കൈയും തലയും പുറത്തിടരുത് കേട്ടോ, കൈയും തലയും പുറത്തിടരുത് കേട്ടോ പറയാറില്ല. അല്ല, ഞാന് എൻ്റെ അപ്പൻ ഭയങ്കര ധാരാളിയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ കൈയും തലയും കാലും ഞാൻ പുറത്തു പറയാൻ പറ്റുമോ? പിന്നെ പഠിപ്പിച്ചൊരു നിയമമാണ് വലതുവശം ചേർന്ന് നടക്കണം. എന്തിനു പോവാ വലതുവശം ചേർന്ന് നടക്കണേ? റോഡിന്റെ മധ്യേ കൂടെ ഞാൻ നടക്കത്തുള്ളൂ, ഞാൻ കുഞ്ഞാണ്. പറ്റുവാനെന്തുവേ? അപ്പൊ നിയമങ്ങൾ വച്ചിരിക്കുന്നത് അനുസരിക്കാനാണ്. 10 വർഷം കഴിഞ്ഞ് അനുസരിക്കാനല്ല. നീ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഹൃദയസ്ഥമാക്കിക്കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യന്റെ ഭാര്യ മോഹിക്കരുതെന്നൊരു കൽപ്പനയില്ല, ഇല്ലേ? ഇതനുസരിക്കണോ വേണ്ട? എന്റെ ഭാര്യ വല്ലവനും മോഹിക്കുമ്പോ നിനക്ക് ആ വേദന മനസ്സിലാവും. നീ മോഹിക്കുമ്പോ നിനക്കൊരു കുഴപ്പമില്ല. നീ മോഹിക്കുമ്പോ കുഴപ്പമില്ലാതെ കൊണ്ട് അവരുമായിട്ട് താളം പിടിച്ച് നടക്കും, മൂന്നാറൊക്കെ പോകും ഹൃദയം കൊണ്ട്. പക്ഷെ നിനക്കൊരു ഭാര്യ ഉണ്ടായിട്ട് നിന്റെ ഭാര്യയെ അന്യൻ മോഹിക്കുന്നത് നീ കാണുമ്പോൾ നിനക്ക് ആ കൽപ്പന മനസ്സിലാവും. നീ വാളെടുക്കും, വീട്ടിൽ വരും, നീ തടിയെടുക്കും, ഡിവോഴ്സിന് കൊടുക്കും. കൽപ്പനയാണ്. കൊല്ലരുതെന്നുള്ള കൽപ്പനയില്ല. കേട്ട നിമിഷം മുതൽ പിന്നെ കൊല്ലരുത്. ആമേൻ. വീണ്ടും ഉപദേശങ്ങളിലോട്ട് പോകും. വായിച്ച 2:7. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു നിർത്തുവാണ്. എന്റെ പൊന്നു ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നിങ്ങൾ പുറത്തേക്ക് നടക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ടിട്ടും പാപം ഉപേക്ഷിക്കാതെ നടക്കുന്ന 1000 കാണാം. സ്വർണ്ണൊക്കെ ഊരിയിട്ടുണ്ടാവും, കാതില് ഒന്നും കാണത്തില്ല, കഴുത്തി കാണുകയല്ല, വെള്ളം ഇട്ട് നടക്കുന്നവരാകാം. പക്ഷെ നിങ്ങൾ ഫലത്തെ കണ്ട് വൃക്ഷത്തെ തിരിച്ചറിയുവിൻ. അവർ അങ്ങനെ ഉഴന്നും മലന്നും നടക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുവിൻ, അവർ ക്രമപ്പെട്ടിട്ടില്ല ദൈവസന്നിധിയിൽ. അവർ ദൈവവചനത്തെ വളച്ചൊടിച്ച് നടക്കുകയാണ്. എന്നിട്ട് അവരതെന്ത് ചെയ്യുന്നത്? റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, അവരിതെല്ലാം ചെയ്യുക മാത്രമല്ല, ഇത് ചെയ്യുന്നവനെ എന്ത് ചെയ്യും? വിലക്കുകയും ചെയ്യും. ഒറ്റടി കൊടുത്തട്ടെ. ഇപ്പോൾ തരുന്നതല്ലേ? റോമർക്കെഴുതിയ ലേഖനം നിർത്തട്ടെ. റോമർ റോമർ 1:32 വായിച്ചാട്ടെ. ഈ വക പ്രവർത്തിക്കുന്നവർ. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നീ പാപം ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു? സാരമില്ലെന്ന് പറഞ്ഞു.
സാരമില്ല മോനെ, ഒരു അപ്പം തന്നെ തട്ടും, ദൈവം തട്ടുകയല്ല. മനം തിരിയാൻ മനസ്സുണ്ടോ, ദൈവം കൈതരും. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവസഭയോട് പറയുന്നു, നിങ്ങൾ വചനം ആഴത്തിൽ പഠിച്ചുകൊള്ളുവിൻ. നിങ്ങളെ ഇങ്ങനെയുള്ള നീക്കുപോക്കുകളിൽ നിങ്ങൾ എന്ത് ചെയ്തളയരുത്. നിന്റെ ഹൃദയത്തിനകത്ത് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഒരു കാര്യം കേൾപ്പാൻ വേഗവും പറവാൻ താമസവും എടുക്കണം. ആത്മാവ് ഇടപെടുവാൻ സമയം കൊടുക്കണം. കട്ടിയായി പോകുന്നുണ്ടോ? അത് കുഴപ്പമില്ല. കണ്ടോ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. ഇതെന്തൊക്കെയാണെന്ന് അറിയാമോ? 20 വേഗത്തിൽ വായിച്ചു പോണേ. 28 മുതൽ വായിച്ചേ. അസൂയ, പിണക്കം, കപടം, ദുശീലം, ഉരുളക്കാർ, ഏഷണിക്കാർ, ദൈവദേശികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ. എനിക്കൊരു പ്രത്യേക ഒരു ആത്മാവുണ്ടെന്ന് പറയുന്നത് അതൊക്കെ പോക്ക് കേസം. ദൈവസന്നിധിയിൽ ഞാൻ പ്രാപിച്ചാലും നീ പ്രാപിച്ചാലും അത് ദൈവത്തുമായിട്ട് എന്ത് ചെയ്യും? ദൈവം അതിനായിട്ട് ഒത്തിരിക്കും. ശരിയല്ല? പച്ച മലയാളത്തിലല്ലേ എഴുതി വെച്ചത്? മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിലാണോ ഗർഭം എഴുതി വെച്ചിരിക്കണേ? എന്തൊരു കണ്ടുപിടിക്കുന്നില്ല. ഇതേത് കൊച്ചു കുഞ്ഞു പോലും വായിക്കും എന്താണെന്ന്. അത്ര പച്ച മലയാളത്തിൽ ഇത് ഇതിങ്ങോട്ട് ഉരുട്ടി തന്നത് പരിശുദ്ധാത്മാവാണെന്ന് വിശ്വസിക്കും. പിണക്കം, ഇതേത് പിണക്കം? ആസാമിലൊരു പിണക്കം, കേരളത്തിലൊരു പിണക്കം. അങ്ങനെയാണോ? നീ അങ്ങ് ഉക്രൈനിൽ പോയാലും പിണക്കം പിണക്കം തന്നെ. ഹലോ, ഇവിടെ ഉണ്ടോ? അതിനോട് തുറന്നു വയ്ക്കും, ഞാൻ തുറക്കണം. ഇപ്പൊ അത് മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? ഏഷ്യണിക്ക് പ്രത്യേകതയുണ്ടോ? ഹലോ, ഉണ്ടോ? ക്ലിയോപാട്രയ്ക്ക് ഒരു ഏഷ്യണി, ജീലിന് വേറൊരു ഏഷ്യണി, അനന്തൂര് വേറൊരു ഏഷ്യണി ഉണ്ടോ? ആര് പറഞ്ഞാലും ഏഷ്യണി എന്ത് തന്നെയാണ്? ശരിയല്ലേ? കുറ്റം പറയുക, അതൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കണില്ലേ? ഇല്ല, അതില്ലെന്ന് തോന്നുന്നു. സന്തോഷം ഉണ്ടല്ല. കൊല, പിണക്കം, പക. കർത്തൃമേശ ഉണ്ടായിരുന്നെങ്കിൽ, കർത്തൃമേശ ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്റെ ദൈവമക്കളെ, കർത്താവിന്റെ മക്കളെ, നിങ്ങളെ ഇത് മാറ്റാതെ ഒരു കളി നടക്കുകയാണ്. ഈ സംഭവത്തെ കുറിച്ച് അപ്പോസ്തലൻ എത്ര ഭംഗിയായിട്ടാണ് ലേഖനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. യേശു വെട്ടി തുറന്നാണ് പറഞ്ഞത്, നീ ചത്തു. അപ്പോസ്തലൻ പിന്നെ ഇതിന് തണുപ്പി പറഞ്ഞു. കാരണം പുള്ളിക്കും ചിലതുണ്ടായിരുന്നു മാറ്റം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. കർത്താവിനും അങ്ങനെ ഒന്നും സോപ്പിടേണ്ട ആവശ്യമൊന്നും. അതുകൊണ്ടാണ് മറ്റേത് കൂടെ അദ്ദേഹം എഴുതി വെച്ചത്. ഇന്ന് സഭകളിൽ പഠിപ്പിക്കുന്നു, എന്നിലും പാപത്തിന്റെ ഒരു പ്രമാണം പോരാടുന്നു. യേശു പറഞ്ഞു, അറിഞ്ഞില്ല. അപ്പൊ ആ മനുഷ്യനറിയാം, അത് എഴുതി വെക്കുമ്പോ അറിയാം എനിക്ക് പ്രശ്നമുണ്ട്. കർത്താവ് പറഞ്ഞാണല്ലേ, ശിശുക്കളെ പോലെ മനം തിരിഞ്ഞില്ലേ? വന്നുകൂടിയ ജനത്തിന്റെ മുമ്പാകെ എന്നിട്ടാണ് ഇത് പറയുന്നത്. നീ ശിശുവിനെ പോലെ മനം തിരിഞ്ഞില്ല എങ്കിൽ വേറെ എവിടെ വേണോ പോകും, സ്വർഗരാജ്യത്തിൽ പോകുകയാണെന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് പറയുക. പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഈ ദേവദാസൻ അത് എഴുതി അതിനെ പൊതിഞ്ഞ് സോപ്പിട്ട് നിങ്ങൾ അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടും. എനിക്ക് പൗലോസപ്പോസ്തലൻ അതിനെ എത്ര തന്മയത്വമായിട്ട് അതിനെ ഇങ്ങനെ തന്നിരിക്കുന്നു. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ കട്ടിയാവാനുള്ള കാരണം എന്തായിരിക്കും? ഇത് കട്ടിയായി പോകാനുള്ള കാരണം എന്താണെന്ന്, ഈ കോട്ട് വായിക്ക് വരാനുള്ള കാരണം എന്താണെന്ന്, ചെവിയിൽ പോയിട്ട് നിന്റെ മുടി പോലെ ഈ വചനം തട്ടുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ? എന്തുകൊണ്ട് ഇത് ഭാരമായി തോന്നണേ? നമ്മൾ ഇതിന്റെയൊക്കെ ഹോൾസെയിൽ ഡീലറാണ്. ഹോൾസെയിൽ ഡീലറാണ്. അതുകൊണ്ട് താഴെ ജീവിച്ചിരിക്കുന്നത് ഈ വക പ്രവർത്തിക്കുക മാത്രമല്ല, വേണം വേണം കണ്ടിട്ടില്ലേ കടയിൽ എഴുതി വെച്ചിട്ട് മോനെ മോനെ ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിക്കടാ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് പിന്നെ പറഞ്ഞു കാലിയാക്കൽ, കട കാലിയാക്കൽ വിൽപ്പന നടക്കുന്ന കണ്ടിട്ടില്ലേ? ഇതുപോലെ നടക്കുക നമ്മള് ഹോൾസെയിൽ ഡീലേഴ്സ്. ഹല്ലേലൂയ.
ഞാൻ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ അതിൽ അത് ഉണ്ടെന്ന് കരുതിക്കൊണ്ടാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി? കോപിക്കുന്നതിന് ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കോപിച്ചോ മോനെ സാരി കേട്ടോ കൂട്ടാ, അത് പറയത്തില്ല. ഞാനൊരു വഴിയുടെ പോക്ക് പ്രാർത്ഥനയില്ലാതെ സപ്പോർട്ട് സാരമില്ല. സാരമില്ല ഇതിലേക്ക് വിചാരിച്ചു വിളമ്പലാണ്. ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോളണം. യേശുവിന് ആ വാലില്ലാത്തത് കൊണ്ട് കർത്താവ് ഒരു കാര്യം മനസ്സിലാക്കി, വെളിപ്പാടിൽ നിന്നുകൊണ്ടങ്ങ് സംസാരിക്കും. ഹല്ലേലൂയ. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നീ കേൾക്കേണ്ടുന്ന ഉപദേശം നീ ജയിച്ചേ മതിയാകൂ. എന്റെ സഭ പാപത്തെയും ജഡത്തിന്റെ വ്യാപാരങ്ങളെയും ജയിക്കണം. ജയിക്കുന്നവന് മാത്രമാണ് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാനും ജീവവൃക്ഷം കാണുവാനും സാധിക്കുന്നത്. ഹല്ലേലൂയ. താല്പര്യമില്ല ജയിക്കാൻ? ഹല്ലേലൂയ. ഹലോ, അടുത്ത വാക്യം വായിച്ച ബുദ്ധദോഷം. ഈ ബുദ്ധദോഷം എന്ന് പറഞ്ഞാൽ അറിയാമോ? മുകളിലത്തെ വരി എടുത്തത് കൊള്ളാനും ആരംഭത്തില് ആത്മചലനം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പക്ഷെ യൂദ എടുത്തത് അതിന്റെ ഇത് നിന്റെ ആരാ സ്കെയിൽ തന്നെ ശരി. ഇവിടെ നിന്ന് ഇത് പറയണോ? എന്നെ കശാപിശായിരുത്തി എന്തുമാത്രം സമയം എടുത്തിട്ടുണ്ടെന്ന് അറിയാം. ഒരു പ്രവാചകൻ ഇവിടെ നിന്നിട്ട് സംസാരിക്കും, ഒരു ശുശ്രൂഷക്കാരനെ തികഞ്ഞു വരാൻ, തികച്ചെടുക്കാൻ, ഒരു വിശ്വാസിയെ തികച്ചെടുക്കാൻ ആത്മാവ് അവന്റെ മേൽ പരിവർത്തനം ചെയ്യുന്ന എത്ര മേഖലകളുണ്ടെന്നറിയോ? ഹല്ലേലൂയ. ഈ പുതുപ്പെണ്ണ് വരുമ്പോ എല്ലാം കൊള്ളാം, പക്ഷെ കണ്ണിന്റെ ഇടയിലുള്ള കറുപ്പ് ശരിയല്ല. ചിലർക്ക് മുടി കൂടി പോയതാണ് കുഴപ്പം. ഇത് ദൈവസഭയ്ക്ക് ഉള്ളതുകൊണ്ടല്ലേ ഇത് എഴുതി വെച്ചേക്കുന്നത്. ആമേൻ. നിങ്ങളെ കേട്ട വചനം എന്തെന്ന് നിങ്ങൾ കേട്ടെടുത്തിട്ടാ പറഞ്ഞു തരുമോ? ഒരു വചനം നേരെ പറയുന്നില്ല, 2-3 പേര് ചിലപ്പോൾ പറയും. അത് വായിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ നിനക്ക് പഠിക്കണ്ടായോ? വായിക്കണ്ടായോ? അപ്പൊ പുതുദോഷം കൽപ്പിക്കാതെ വല്ലവരും പഠിക്കാൻ നോക്കും. ഈ മക്കളെ നിങ്ങൾ ഇപ്പോ അമ്മമാർക്ക് മാത്രം എന്താ പ്രത്യേകത ഉണ്ട്? പ്രത്യേകതയില്ല. പിന്നെ അവർക്ക് മക്കളെ കുറിച്ചൊരു എരിവ്. അതിപ്പോ ആര് കാക്ക കൊത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വിടുവോ? ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ, അതുകൊണ്ടാണ് ആ പാട്ടിൽ പോലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തന്റെ കുഞ്ഞുങ്ങളെ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഏർമുള്ളെന്ന് പറയുന്ന ഒരു ജീവിയുടെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല. കാക്ക നിങ്ങൾക്കറിയാം, കാക്കയോ എന്തെങ്കിലും പരുന്തൊക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇവളങ്ങോട്ടൊരു നിപ്പ് നിൽക്കും. ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായി, മാസങ്ങളായി, 21 ദിവസം ഉപവാസം ഇരുന്നിട്ടാണ് പിള്ളേരെ പുറത്തിറക്കിയത്. നേരെ പോയി കക്കൂസി പോവുകയല്ല, നേരെ വീഴുന്നിട്ട് ഭക്ഷണമില്ല, വെള്ളമില്ല, ഇരുന്ന് ചൂട് കൊടുത്ത് പിള്ളേരെ ഇറക്കി വരുന്ന സമയത്താണ് ആണ്ടടാ ഒരുത്തം വരണം, വന്നേക്കട്ടെ ഇങ്ങോട്ട്. ഈ തള്ളക്കോഴിക്ക് അറിയാം കുറച്ച് കഴിഞ്ഞ് എന്നെ ഇതിലൊന്ന് പിടിക്കും, എന്നാലും എന്റെ മക്കളെ ഞാൻ വിട്ടുതരികയല്ല. അടിപ്പ് കാണണം, വാ കൊണ്ടും കൊമ്പ് കൊണ്ടും ചിറക് കൊണ്ടും കാലുകൊണ്ടും വരുന്ന ആ ജീവിയെ അടിച്ചു താർത്തകളയും. ഇതിന്റെ ഒപ്പം മക്കൾക്ക് ശബ്ദം കൊടുക്കും, നിങ്ങൾ ഓടി മാറിക്കോ, ഞാനിത് ഹാൻഡിൽ ചെയ്യാം. ഇതാ മക്കളെ കുറിച്ചുള്ള എരിവാണ്. അപ്പുറത്തെ പശുക്കൊന്നിനെ പിടിച്ചോണ്ട് വന്ന് ഒരു കോഴിയും തള്ളിച്ചായി പോകാറുണ്ട്. അതിന്റെ അമ്മ നടന്നു വിളിക്കും.
മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അമ്മമാർക്ക് ഒരു എരിവ് മക്കളെ കുറിച്ച് ഉണ്ട്, നിശ്ചയമാണ്. അത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഉണർന്ന് ചെയ്യുമ്പോൾ മക്കളെ നിങ്ങളും ദുഷ്ടതയിൽ വീണു. അപ്പൊ അയ്യോ, എനിക്ക് 25 വയസ്സേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 23 വയസ്സേ ആയിട്ടുള്ളൂ, 30 വയസ്സേ ആയിട്ടുള്ളൂ, ഇതുവരെ ഞാൻ പിച്ച വെച്ച് നടക്കാൻ പഠിച്ചിട്ടില്ല. കള്ളത്തരം മാത്രം പറയുന്നു. ഹല്ലേലൂയ. നമ്മളെ പിച്ച നടക്കാൻ ആര് പഠിപ്പിച്ചു കഴിഞ്ഞു? പിച്ച വെച്ച് നടക്കാൻ ആര് പഠിപ്പിച്ചു? എന്റെ ദൈവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. ആണ്ടട കിടക്കുന്നു ഇത് ജാതിലുണ്ടെന്ന് വിചാരിച്ചു. മാതാപിതാക്കളെ അനുസരിക്കാത്തോ? അപ്പൊ മാതാപിതാക്കളെ അനുസരിക്കാത്തവന്റെ ഗുണം എന്തായിരിക്കും എന്നറിയോ? മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളെ കണ്ടാലും ആശ്വസിക്കും. മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു മക്കളാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? കാണിച്ച് തെറ്റായി പോയതെങ്കിലും പറഞ്ഞു തരും. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിങ്ങനെയുള്ള അമ്മമാരാകരുത്. സഹോദരന്മാരെ, നിങ്ങളിങ്ങനെ ആകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം വളരെ സത്യമായിട്ട് പറയാം. എല്ലാ മനുഷ്യരിലും തെറ്റുണ്ട്. എല്ലാ മനുഷ്യരും യേശു അല്ല. മനുഷ്യനാണോ അവൻ? ദാവീദ് പറഞ്ഞ പോലെ അകൃത്യത്തിൽ ഉരുവായി രക്ഷപ്പെടാൻ വേണ്ടി ഇതൊക്കെ പറയാം. പക്ഷേ നമുക്ക് വച്ചിരിക്കുന്ന വലിപ്പമേറിയ നിധിയെ നാം അവകാശമാക്കാൻ ഒന്ന് ഉപേക്ഷിച്ചുകൂടെ? നിന്റെ അമ്മയോ അപ്പനോ നീ നശിക്കാൻ വേണ്ടി നിന്നെ കൊണ്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകും, നശിക്കാൻ കൊണ്ടുപോകും. ഇന്ത്യത്തോളം നമ്മള് ഈ പിടിക്കുന്ന അനന്തൊരു 90 വയസ്സാകുമ്പോൾ 90 വയസ്സാകുമ്പോഴും എനിക്കെന്റെ സഭയുമായും എന്നെ സ്നാനപ്പിടിച്ച അല്ലെങ്കിൽ എന്നെ ഉപദേശിച്ച ദൈവദാസനുമായി എനിക്കൊരു ബന്ധമുണ്ടാകും. ആ മോനെ അനന്ത് സുഖമാണെന്ന് ചോദിക്കാനൊരു എനിക്ക് മാസാമാസം സ്വതന്ത്ര കാഴ്ച നയിച്ചെന്ന് ഞാൻ പറയും. പക്ഷെ എവിടെയാണെങ്കിലും വിളിക്കാനൊരു 90 ഞാൻ കാണില്ല, പേടിക്കണം. അതെല്ലാം നീ ചിന്തിച്ചോണ്ടിരുന്നേ. സഭ കാണും, എന്റെ തലമുറകൾ കാണും. അതെ, ഈ ജാകുന്നതുവരെയും ബന്ധം നിനക്ക് ആരുമായിട്ടുണ്ടാകണം, സഭയായിട്ടുണ്ടാകണം. ഹല്ലേലൂയ. അതാരെങ്കിലും ഊതിക്കെടുത്തി ദുരുപദേശം തന്നെ അല്ലെങ്കിൽ നിങ്ങളെ വശീകരിച്ചു കൊണ്ടുപോയി അവിടെ തീയുടെ പ്രസംഗം നടക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് നിങ്ങൾ അവിടെ നീ നോക്കണം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വരാത്ത തീയാണെങ്കിൽ പോകരുത്. എത്രയും മനസ്സിലായോ? അമ്മയപ്പനും ഞാൻ തുറന്നു പറയാം, അമ്മയപ്പനൊക്കെ ദേഷ്യപ്പെട്ടാൽ അതിന്റെ പുറകിലൊരു നന്മയുണ്ട്. അതിന്റെ പുറകിലൊരു നന്മയുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ അമ്മ നഷ്ടപ്പെടണം, അപ്പൻ നഷ്ടപ്പെടണം. അപ്പനും അമ്മയ്ക്ക് ഇല്ലാതാകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. ആ വേദനകളെ കുറിച്ച് ചുമ്മാ കടന്ന് തിരുമ്പലും പിന്നെ ഭയങ്കര സാക്ഷ്യം പറിച്ചിലൊക്കെ ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം. കഴിഞ്ഞ ആഴ്ച പഴത്തിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് പറയാം. സാക്ഷ്യം പറഞ്ഞ ഒരു കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ? പഴം അതല്ല, അതിന്റെ ഫലത്തിനെ കുറിച്ചല്ല. ഞാൻ പഴം അപ്പൻ വച്ചിരുന്ന എടുത്തിട്ട് കഴിക്കണാലേ പറഞ്ഞു. അപ്പൊ അതിന് തെറ്റായിട്ട് ആരും ചിന്തിക്കാം. എന്റെ ബാക്കി കാര്യങ്ങൾ വേഗത്തിലൊന്ന് പറയാം. അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചിട്ടുള്ളത് എന്റെ അപ്പനത് അറിഞ്ഞിട്ടില്ലെന്നാണ്. എത്ര മനസ്സിലായി? ഞാൻ രഹസ്യമായിട്ട് 10 എടുത്തുകൊണ്ട് മാറുമ്പോ എന്റെ ധാരണ എന്റെ അപ്പനത് അറിയത്തില്ല. പക്ഷെ എന്റെ അപ്പന് ഇത് ജിബു ആന്തിയതാണ്, മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ എന്നെ ഒന്നും ചെയ്തില്ല. പക്ഷെ അടുത്ത കൊല വന്ന സമയത്ത്, കൊലയല്ല കുലയാണ് കുല വന്ന സമയം, അരക്കുല വന്ന സമയത്ത് അച്ഛനൊരു കാര്യം തീരുമാനിച്ചു. മോനെ നീ ഇത്ര കഷ്ടപ്പെട്ട ജനലിൽ ഞാൻ തുറന്നിട്ടില്ല, നീ ഇത്ര പാടുപെട്ട് ഈ ഒരു കള്ളനാകണ്ട, ജനലിൽ ഞാൻ തുറന്നു. അപ്പോഴും ഞാനെന്താ കരുതിയെന്നറിയാവോ? എന്റെ അച്ഛൻ ജനൽ പൂട്ടാൻ മറന്നു. അപ്പൊ ജനൽക്ക് പാളിയുടെ പതുക്കെ ഞാൻ വന്നിട്ട് ഇപ്പൊ എനിക്ക് വലിയ സ്ട്രെയിൻ ഇല്ല. പതുക്കെ തപ്പി നോക്കുമ്പോ ജനൽ തുറന്നു വരുമ്പോ എന്താവേ ഇത്ര സാരമില്ല, കൊടുക്കണ്ട, തുറക്കണ്ട, കുളിക്ക കയറി നോക്കണ്ട, ഇന്നലെ പോലെ ചെയ്യാം പുറത്തൂടെ.
അപ്പൊ ഈ ജനൽ പാളി തുറന്നു വെച്ചതാരാ? എന്റെ അപ്പന്റെ. ആമേ. അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി മരച്ചിരിക്കാൻ വേണ്ടി കൊണി പിടിച്ചൊക്കെ വെച്ചിട്ട് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ച് ആ സൈഡിൽ പിടിച്ച് ആവശ്യത്തിനെടുത്ത് മുണ്ടിലൊക്കെ പിടിച്ചിട്ട് ഞാൻ പോയി. അപ്പോഴും 10 15 ഒക്കെ നഷ്ടപ്പെടുന്നത് കാണുമ്പോ അപ്പനറിയാം ജനൽ പാളി വഴി എന്ത് പോയിട്ടുണ്ട്. ഇത് കള്ളം പുറത്തല്ല, അകത്താണ് എന്നും പറയും. ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ദൈവം ഒന്നും കാണുന്നില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നത്തേത് അച്ഛനൊരു കാര്യം മനസ്സിലായി, കഥകളാക്കി മാറ്റാം അതൊന്നും വന്നില്ല, അത് തുറന്നിട്ടേക്കാന്നൊന്നുമല്ല. പിന്നത്തേത് മനസ്സിലായി, ഇനിയിപ്പോ ഈ മുറിയിൽ ഇത് സൂക്ഷിച്ചിട്ട് കാര്യമില്ല. യവന്മാരെന്തായാലും ഞാൻ 10 ആണെങ്കിൽ ചേട്ടാ 8 എണ്ണെങ്കിലും എടുക്കും. അണ്ണൻ വെച്ച് മാത്രമാണ് അതിലൊക്കെ ഭയങ്കര ഇതായിട്ട് മാറിയിരുന്നത്. അപ്പൊ അതിനൊരു കാര്യം പറഞ്ഞ് തീരുമാനിച്ചു, ഇനിയുള്ളതൊന്ന് പരസ്യമായിട്ട് കെട്ടിയതോ. അതുകൊണ്ട് അടുക്കളയുടെ അടുത്തൊരു ടൈപ്പുണ്ട്, അവിടെ ടൈപ്പല്ല ഒരു സ്റ്റോർ റൂമുണ്ട്, അവിടെ നല്ലൊരു പൊലം ഉണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എടുത്തു തരും, നിങ്ങൾ ആരും എടുക്കും. പൂച്ചയുടെ മുമ്പിൽ വിശന്നിരിക്കുന്ന പൂച്ചയുടെ മുമ്പിൽ ഉണക്കമീനിരിക്കുന്നത് പോലെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ മഞ്ഞക്കളറും ഈ മണവും ഒക്കെ ആകർഷിക്കാതിരിക്കും. അപ്പൊ നോക്കുമ്പോ മറ്റേത് 3-4 ദിവസം കൊണ്ട് പടല മാറുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല, രാവിലെ കണ്ട പടല കിട്ടിയില്ല, ഉച്ചയാകുമ്പോഴേക്കും കൊല പകുതിയാകും. ഇത് അപകടം മണത്ത അച്ഛൻ ഒരു ദിവസം തടിയെടുത്തു. എനിക്കും കിട്ടിയ അണ്ണനും ഞങ്ങളെ തലങ്ങ് ഒരു ഞായറാഴ്ചയാണ് തലങ്ങ് ബലം കൊട്ടടിച്ച് പഴത്തിന് വേണ്ടിയിട്ടാണെന്ന് ഓർത്താ. എന്നാൽ ഞാൻ വിചാരിച്ചേക്കണം നമ്മുടെ ക്യാരക്ടർ മാറാൻ വേണ്ടിയിട്ടാ ഇത്രയും പരീക്ഷണങ്ങൾ കൊണ്ട് തുറന്നു. നമ്മൾ പറയാറില്ലേ, ഏതാണ് തുറന്നു കൊടുത്താൽ പിന്നെ ആ പ്രശ്നമൊന്നുമില്ലല്ലോ, ചുമ്മാ കള്ളം തന്നെ. ചില പറയാറില്ലേ, മൊബൈൽ കൊടുത്തില്ലെങ്കിൽ പ്രശ്നം. അതാ, കൊടുത്താലും പ്രശ്നം, കൊടുത്തില്ലെങ്കിൽ പ്രശ്നം. കൊടുത്തില്ലെങ്കിൽ മോഷ്ടിക്കും, കൊടുത്താൽ അതിന് ദുർവ്യാപാരം ചെയ്യും. അപ്പോ ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള സമയമായപ്പോൾ രാവിലെ 6 മണിക്ക് ഞങ്ങൾ പരിപാടി തുടങ്ങി. ഞങ്ങളെ 2 ബോബൻ മോളിയെ പിടിക്കുന്നത് പോലെ പാക്കായിട്ട് പിടിച്ചു വെച്ച. രക്ഷപ്പെടാൻ സമയം കിട്ടിയില്ല, 2നെയും കൈ കിട്ടി. എന്നെയും കൈ കിട്ടി, 2നെയും കൂടെ കയ്യിൽ ചെന്ന് കൂട്ടി പിടിച്ചു. നല്ല ആ ആശാനായിരുന്നു പിടിച്ച്. അമ്മ ഇതിലിടപെട്ടു, കമ്പെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു, തലങ്ങും വിലങ്ങിട്ട് അടിയിട്ടു. ഇരിക്കടാന്ന് ഞങ്ങളവിടെ ഇരുന്നു. നിങ്ങൾ ഇന്ന് കൊതി തീർത്തിട്ടല്ല, ഇന്നത്തോടുകൂടി നിന്റെ പഴത്തിന്റെ കൊതി തീർക്കണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി ഇങ്ങനെ ഏകദേശം ഞങ്ങളുടെ മടിയൊക്കെ പഴം നിറഞ്ഞു. ഇന്നത്തെ പോലെ ഞങ്ങളിങ്ങനെ കൊലയല്ല, ഒരു കൊലയൊക്കെ ഇത്ര ഹൈറ്റ് വരും, അതിന് അത്ര മേൽ പഴം വയ്ക്കും. അത് ഞങ്ങൾ കൊച്ചുപിള്ളേരാണ്. പക്ഷെ ഞങ്ങളുടെ മടിക്കെട്ട് നിറഞ്ഞു, തറയിൽ നിറഞ്ഞു. ഞാൻ ആ ദേഷ്യം തീരുന്നത് വരെ വാങ്ങിച്ചെടുത്തിട്ട് 1-2 പടല ബാക്കി ഏറ്റവും മേളിലത്തെ മഞ്ഞ. ഇത് കഴിച്ചിട്ടല്ല നിങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കുന്നത് എനിക്കൊന്ന് കാണും. ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കി, അവൻ എന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ കരഞ്ഞോണ്ടിരിക്കും, അവനും കരഞ്ഞോണ്ടിരിക്കും. ഏകദേശം ഒരു അച്ഛൻ്റെ ചൂട് കഴിഞ്ഞ് തണുക്കുന്നൊരു സമയമാണ്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ അച്ഛന് ഒച്ച ശബ്ദമൊന്നുമില്ല, പക്ഷെ എഴുന്നേൽക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്, തടി അവിടെ ചാരി വെച്ചിട്ട് അച്ഛനങ്ങ് പുറത്തേക്ക്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അടി കിട്ടി. ഞാൻ പറഞ്ഞു, ഇത് ആര് തിന്നു തീർക്കും, നമുക്ക് നമ്മൾ 2 പേരും കൂടി ഏകദേശം മത്സരിച്ചത് അരമണിക്കൂർ കൊണ്ട് ഇതന്നെ ഏകദേശം ലെവലാണ്. ഇതൊക്കെ തീർത്തു. ഇത് തീർത്തിട്ട് പിന്നെ ഇത് വയറക്കിട്ടാൽ എങ്ങനെ ഇരിക്കുക, എഴുന്നേറ്റ് പോകാനും പേടി. പക്ഷെ ഈ ദേഷ്യം നടക്കുമ്പോൾ ഓടി രക്ഷപ്പെടാനുള്ള സമയം ഇരിക്കുമ്പോൾ പുള്ളി കുറെ കഴിഞ്ഞ് പള്ളി പോയിട്ട് വെള്ളമുണ്ടൊക്കെ കൊടുത്ത് അത് എച്ചമാണെന്ന് തോന്നുന്നു. ഇവിടെ വരുമ്പോൾ കുറേ പഴത്തൊലി അടിച്ചിട്ട് മരക്കുന്നു. അല്ലാതെ ഞങ്ങളവിടെ ഇല്ലായിരുന്നു. അന്ന് അച്ഛൻ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനി ഞാൻ പഴക്കൊലയായിട്ട് ഒരിക്കലും ബന്ധവുമില്ല, അവിടെ കൊണ്ട് ഒരിക്കലും വേണമെങ്കിൽ കിട്ടും. നിങ്ങൾ മാറിയോ? അപ്പോ നമ്മുടെ വിചാരം എന്തെന്നറിയാമോ? അച്ഛനെ തോപ്പിച്ചെന്ന്. തോറ്റതാരാ? ദൈവമക്കളെ, പലപ്പോഴും മാതാപിതാക്കളെ
തരാതിരുന്നിട്ടുണ്ടോ? തരും. പക്ഷെ നമുക്ക് തൃപ്തിയില്ല. ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് നമുക്ക് തൃപ്തിയുണ്ടോ? ഇപ്പൊ ദൈവം നമ്മുടെ ഒരു സഭയെ തന്നു. എന്തൊന്നും സഭ? അങ്ങേര് പിടിച്ചിരുത്തി വചനം മാത്രം പറഞ്ഞു തരും. ഇതെന്തോന്നും സഭ? ഉപദേശം മാത്രമേ ഉള്ളൂ എന്ന് സങ്കടമാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഞാനിത് എന്തിനു പറഞ്ഞെന്നറിയോ? എന്റെ ധാരണ ഈ വാതിൽപ്പാളി, ഈ ജനൽപ്പാളിയൊക്കെ തുറന്നിട്ടപ്പോഴും അതിനകത്തുനിന്ന് ഓരോന്ന് കുറയുന്ന സമയത്തും എൻ്റെ അപ്പനെ ഞാൻ പറ്റിച്ചു എന്നുള്ളതാണ്. എൻ്റെ അപ്പൻ മൗനമായിരുന്നതാണ്. ആ അപ്പൻ അങ്ങനെ ഇരുന്നെങ്കിൽ എന്നെക്കാൾ എത്രമാത്രം ബുദ്ധിമാനായിരുന്നു നോക്കുന്നു. ഒരക്ഷരം പറയാതെ അതങ്ങ് സഹിച്ചു. ദൈവമക്കളെ, പലപ്പോഴും നാം കാണിക്കുന്ന പല പരിപാടികളും, നാം കാണിക്കുന്ന പല പ്രവൃത്തികളും, നാം കാണിക്കുന്ന പല പ്രവൃത്തികളും ദൈവത്തിന് പ്രിയപ്പെട്ടതല്ല സഹോദരൻ. എന്നിട്ടും അവൻ എൻ്റെ അപ്പനാകയാൽ അവന്റെ വിശുദ്ധ രക്തം എൻ്റെ മേൽ തളിക്കപ്പെട്ടിരിക്കുക. നിന്നെ ഉപേക്ഷിപ്പാൻ അവന് മനസ്സില്ല, നിന്നെ തള്ളിക്കളവാൻ അവന് മനസ്സില്ല. നിന്റെ മടങ്ങി വരവത്രേ പ്രാധാന്യം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെ എഴുതി വെച്ചു, ഉപദേശങ്ങൾ കൊണ്ട് നിറച്ചു പറഞ്ഞു, ജയിക്കുന്നവന് ഇന്ന് ജയിച്ചു കൊള്ളണം. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇവിടത്തെ അല്പം എന്തെങ്കിലും കഴിച്ച് തൃപ്തിയിടാൻ ഇരിക്കുന്നവരെ നീ ആഗ്രഹിക്കണം, ജീവന്റെ വൃക്ഷഫലം തിന്നേണ്ടതിന് അപ്പാ ഞാൻ ജയിക്കേണ്ടത് എന്താണ്? ഹല്ലേലൂയ. അതിനെന്നോട് പറയുന്നത് എന്താണ്? ഇത് മാത്രം തൊട്ടങ്ങ് നിർത്താം കേട്ടോ. ഇത് ഒരു 3-4 ആഴ്ചകളിൽ പോകേണ്ടുന്ന സംഭവം അത് തന്നേക്കുന്നത്. നമ്മൾ അതിന്റെ ബാക്കി കൂടെ വായിച്ചിട്ട് ഇതിന്റെ ബാക്കി ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ല, കഠിന ഹൃദയം. ഇത് പിന്നെ മക്കളുള്ളവരെ കുറിച്ച് മാത്രമാണ് എഴുതിക്കുന്നത്. ഈ ലേഖനം എഴുതി ആരാ? പൗലോസ് അപ്പോസ്തലൻ പലരെയും വിളിച്ചത് മക്കളെ, മകനെ, എൻ്റെ പ്രിയ മകനെ എന്നൊക്കെ വിളിച്ചേ. കല്യാണം കഴിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് വാത്സല്യമുണ്ട്. നിങ്ങൾ കല്യാണം കഴിച്ചില്ല, എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വാത്സല്യം വേണ്ടേ? നിങ്ങളിൽ വാത്സല്യം വേണ്ടേ? വേണം. ഇത് മനസ്സിലായോ? വാത്സല്യം നമ്മൾ അവരിൽ നിന്ന് മാത്രം വരട്ടെ എന്നല്ല, നമ്മളും വാത്സല്യമുള്ളവരായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ കുഞ്ഞിനെ കാണുമ്പോൾ നിങ്ങൾക്ക് വാത്സല്യം തോന്നൂലേ? അപ്പൊ നിങ്ങളിൽ ഒരു അപ്പനുണ്ട്. നിങ്ങൾ പ്രസവിച്ചിട്ടില്ലെങ്കിലും ഈ വക പ്രവർത്തിക്കുന്നവർ ഉണ്ടോ മരണയോഗ്യം. ഇത് ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവിൽ തന്നെയല്ലേ അദ്ദേഹം എഴുതി വെച്ചേക്കണേ. അപ്പൊ നമ്മൾ പിണങ്ങി നടന്നാൽ മരണം അല്ലേ നമ്മുടെ പുറകെ വരുന്നേ? അല്ലേ? അപ്പനെ അമ്മ അനുസരിക്കാതെ നടന്നാലും അത് തന്നെയല്ലേ? ഞാൻ ഭയങ്കര ഗർവ് കാണിച്ചുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഏറ് പിടിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? സ്നേഹിക്കാൻ പഠിക്കും, ക്ഷമിക്കാൻ പഠിക്കും. ദൈവം നിന്നിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി പുറത്തു വരട്ടെ, ഫലം പുറത്തുവിടട്ടെ, പുറപ്പെടട്ടെ. 5000 പേരോട് സാക്ഷ്യം പറയണമെങ്കിൽ അതിനു മുമ്പ് വീട്ടിനകത്തൊരു സാക്ഷ്യം ഉണ്ടാകട്ടെ, സഭയ്ക്കകത്തൊരു സാക്ഷ്യം വരട്ടെ. തുറന്ന പുസ്തകത്തോടെ പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ സംബന്ധമാണ് അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. അറിഞ്ഞിട്ട് കണ്ടോ? ഇത് അറിഞ്ഞിട്ടാണ്. അറിഞ്ഞിട്ടും കണ്ടോ? ഇത് പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കും. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഒരു സുവിശേഷകനോട് ദൈവം സഭയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താറില്ല. സുവിശേഷകനോട് ദൈവം ആത്മനിറവിനെ കുറിച്ചും ദൈവരാജ്യങ്ങളുടെ ഇതിനെക്കുറിച്ചും നാളെ ചെയ്യേണ്ടുന്ന സുവിശേഷത്തിന്റെ ഒരുക്കങ്ങളാണ് കൊടുക്കുന്നത്. സുവിശേഷത്തിനകത്ത് ഉപദേശമല്ല, എല്ലാം സ്വാതന്ത്ര്യമാണ്, ഫ്രീഡമാണ്. എന്നാൽ ഉപദേഷ്ടാവ് അങ്ങനെയല്ല. ഉപദേഷ്ടാവ് ദൈവസഭയ്ക്കകത്താണ്. 5ാമത്തെ 5-fold മിനിസ്ട്രിയില് 5ാമത്തെ മിനിസ്ട്രി ചെയ്യുന്ന ആളാണ് ഉപദേഷ്ടാവ്. ഞാൻ ഉപദേഷ്ടാവാണെങ്കിൽ, ഇടയൻ ഉപദേഷ്ടാവായിരിക്കാം. ഉപദേഷ്ടാവാണെങ്കിൽ ദൈവവചനത്തിന്റെ ആഴങ്ങളെ ആത്മാവിൽ ഗ്രഹിച്ച് സഭയ്ക്കകത്ത് ഒരാൾക്ക് സംശയമുണ്ടെങ്കിൽ അതിനെ വചനത്തിൽ നിന്ന് എന്ത് ചെയ്ത് കൊടുക്കണം?
കൺഫ്യൂസ് ചെയ്യുന്നതല്ല ഉപദേഷ്ടാവ്. ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവിലല്ല. ഞാനൊരു ഇടയനാണെങ്കിൽ ഇടയൻ ദൈവത്തിന്റെ ദൂതനാകുന്നു. ഇടയനോട് മാത്രം ദൈവം ഇടപെടുന്ന ഇടയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണും. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇടയൻ അവിടെ ഇല്ല എങ്കിൽ, ആ ചർച്ചിലില്ല, അപ്പോസ്തലൻ മാത്രമാണ് ഇടയനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അപ്പോസ്തലനോട് ദൈവം സംസാരിക്കും. പക്ഷെ ഇടയൻ എന്ന ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി സഭയ്ക്കകത്ത് സുവിശേഷം ക്രമീകരിക്കപ്പെടുന്നത് ഈ 5 മിനിസ്ട്രി ഒരുമിച്ച് ചേർന്നിട്ടാണ്. ഇടയൻ മാത്രമായിട്ടോ, അപ്പോസ്തലൻ മാത്രമായിട്ടോ, പ്രവാചകന് മാത്രമായിട്ടോ, ഉപദേഷ്ടാവിന് മാത്രമായിട്ടോ, സുവിശേഷകന് മാത്രമായിട്ടോ ഒരു ശുശ്രൂഷയില്ല. ഏതില്? സുവിശേഷത്തിൽ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവാത്മാവിൽ പറയുന്നു, നമ്മുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങൾക്കനുസരിച്ച് ദൈവം നമ്മളെ പണിയുകയാകും. അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഈ വെളിപ്പാടാകട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന് കീഴടങ്ങുന്നു എങ്കിൽ, ദൈവവുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു എങ്കിൽ, ദൈവത്തോട് നിങ്ങൾ യാചിക്കുന്നു എങ്കിൽ, ദൈവാത്മാവ് നിങ്ങൾക്ക് ദർശനങ്ങളാലും വെളിപ്പാടിന്റെ ആത്മാവിനാലും തിരുവെടുത്തുകൾ നേരിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നതിനാലും നാം വീണു പോകാതെ ദൈവം നമ്മളെ കാത്തുകൊള്ളും. അതിന് നീ അപ്പോസ്തലനും ആകണ്ട, നീ ഒരു പ്രവാചകനും ആകണ്ട, ലൈഫ് ഹോൾഡ് മിനിസ്ട്രിയും വേണ്ട. നിന്റെ മേൽ യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ മേൽ യേശുവിന്റെ രക്ഷ വന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് ദൈവം സംസാരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഉഴന്ന് നടക്കാനല്ല, ചേർന്ന് നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നെ ഒറ്റയ്ക്ക് വിടാനല്ല, നിന്നെ കൂട്ടി മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വിസയും സ്റ്റാമ്പും എല്ലാം ചെയ്ത് ടിക്കറ്റും തന്ന് നിന്നെ രക്ഷിച്ചു ദൈവം. ഇനി ടിക്കറ്റ് കളയരുത്, വിസ കളയരുത്. മനസ്സിലാകുന്നുണ്ടോ? അവിടേക്ക് പോകാനുള്ള വിളി അതിനകത്ത് എഴുതിയിട്ടുണ്ട്, എന്താണ്? കോളിംഗ് എന്ന്. കളയരുത്. ബാക്കി വായിച്ചാട്ടെ, അത് നിർത്തിയിട്ട് മറ്റേത് വായിച്ചാട്ടെ. 2:7 വെളിപ്പാട് പുസ്തകം 2:7. അപ്പൊ എന്തെന്ന് സഭയോടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കോണം, പരിശുദ്ധാത്മാവ് ലോകത്തോടല്ല സംസാരിക്കുന്ന. ആരോടാണ്? സഭയോടാണ്. ഇതിന് കൺഫ്യൂഷൻ ഉണ്ടോ അതിനകത്ത്? ലോകത്തോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാത്തതിന്റെ കാര്യം, ലോകത്തിന് അവരെ പരിശുദ്ധാത്മാവിന് മനസ്സിലാവില്ല. യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടതിന്റെ മേൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ വലുതാണ്. പലപ്പോഴും ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഇവിടെ പറയുന്നത് ഞാനല്ല പറഞ്ഞ്, യേശു തന്നെ പറയുകയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് സഭയ്ക്കകത്ത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. എല്ലാവർക്കും ആ ചെവിയില്ല. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. ആമേൻ. എല്ലാവരും എഴുന്നേറ്റാണ്. ഇതിന്റെ ബാക്കി തൊട്ടാ തീരുന്നു. ആമേൻ. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഞാനൊരു കൺക്ലൂഷൻ പറയുകയാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ സഭയോട് യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞ ഉപദേശങ്ങളെ തള്ളിക്കളഞ്ഞാൽ, യേശു പറഞ്ഞ മാനസാന്തരത്തിലേക്ക് നാം വരാതിരുന്നാൽ ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കത്തില്ല. ആമേൻ. കർത്താവിന്റെ മക്കളായിരിക്കുന്നവരോട് ആത്മാവിൽ പറയുന്നു, നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. ഹല്ലേലൂയ.